ഏറെ ധന്യമായ ഒരു സായം സന്ധ്യ. മഴയെല്ലാം പെയ്ത് നേരത്തെ പറഞ്ഞ പോലെ പുഷ്പവൃഷ്ടിയെല്ലാം കഴിഞ്ഞ് അന്തരീക്ഷം പോലും അതിൻ്റെ ശാന്തതയിൽ നിൽക്കുന്ന ഈ ഒരു സമയത്ത് ഇവിടെ 14ാമത് ശ്രീമദ് ഭാഗവത സപ്താഹത്തിന് ദീപം പ്രോജ്വലിച്ചൊഴിഞ്ഞു. കോടിയർച്ചനയുടെ സുഹൃതം കൊണ്ട് ധന്യമായ ഈ പവിത്ര ഭൂമിയിൽ ഇന്ന് നമ്മളെ അനുഗ്രഹിക്കാൻ വന്നിരിക്കുന്ന എല്ലാ സുഹൃതികളായ മഹത്വ്യക്തികൾക്കും കോടിക്കോടി പ്രണാമം. ദീപം പോലെ ഈ നാടിന് മുഴുവൻ പ്രകാശം ചൊരിയുന്ന ആദരണീയനായ ശ്രീ ദിപുജി, അദ്ദേഹത്തിന് പ്രചോദനം നൽകുന്ന ബംഗാളിയേക്കാളും കൂടുതൽ 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 സേവന ഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെന്ന പ്രയോഗം വളരെ ഇഷ്ടപ്പെട്ടു. കാരണം അത്രയും സേവനം ചെയ്തവരാണ് ബംഗാളികൾ. വാക്ക് പറഞ്ഞാൽ നന്നായി, കാരണം ബീഹാറിയൊന്നും പറഞ്ഞില്ല. കാരണം ഈ ഭക്തിപ്രസ്ഥാനം മുഴുവൻ വന്നത് ബംഗാളിൽ നിന്നാണ്. അവിടെ നിന്നാണ് ഈ ഇന്നിപ്പോൾ വൃന്ദാവനത്തിൽ കാണുന്ന എല്ലാം അതിൻ്റെ ആരംഭം ചൈതന്യ മഹാപ്രഭുവിൻ്റെ ആ ഒരു പരമ്പരയാണ്. പക്ഷെ അദ്ദേഹത്തിന് തോന്നിച്ചതായിരിക്കാം. അവിടുന്ന് പറഞ്ഞ പോലെ ചൈതന്യം വയനാട്ടിൽ നിന്ന് വന്ന് ഇവിടെ ചൊരിയുന്ന ശ്രീ ഗിരീഷൻജി, അതുപോലെ ഇവിടെയുള്ള ഓരോ വ്യക്തിത്വങ്ങളും എൻ്റെ മുന്നിലിരിക്കുന്ന ഈ നാടിൻ്റെ പ്രകാശമായ സ്നേഹ സമ്പന്നരായ സർവോപരി ആത്മബന്ധുക്കളായ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ കോഴിക്കോട് നമ്മൾ ഭാഗവതത്തിൻ്റെ മഹാത്മ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. മഹാത്മ്യം എന്ന് പറയുമ്പോൾ തന്നെ ഒന്നിൻ്റെ മഹത്വം പറയുക. എന്തിൻ്റെ മഹത്വമാണ് ഇവിടെ പറയുന്നത് അത് നമുക്ക് വ്യക്തമാണ്. നേരത്തെ ശ്രീ രാജേഷ് ശ്രീ അദ്ദേഹം കൃഷ്ണന്റെ ആ മഹത്വം നമുക്ക് പറഞ്ഞു. അപ്പൊ കൃഷ്ണന്റെ മഹത്വം ഒരാൾക്ക് കാണണമെങ്കിൽ അത് മനസ്സിലൂടെ കാണുന്നു. നമ്മുടെ മനസ്സിന് മഹത്വം ഉണ്ടെങ്കിലേ മറ്റുള്ളവരുടെ മഹത്വം കാണുമല്ലോ. മനസ്സിന് മഹത്വമില്ലാത്തവർക്ക് ഒന്നും മഹത്വമുള്ളതല്ല. നമ്മൾ പറയും ഈ മഞ്ഞപ്പിത്തം പിടിച്ചവൻ കാണുന്നതെല്ലാം മഞ്ഞയിരിക്കുന്നു, പറയാറില്ല. ഇതുപോലെയാണ് മനസ്സിന് മഹത്വമില്ലാത്തത് കൊണ്ടാണ് പലർക്കും മഹത്വപൂർണമായി ഒന്നും ഇവിടെ കാണാൻ പറ്റാത്തത്. ഇപ്പൊ കൃഷ്ണന്റെ മഹത്വമായാലും ആരുടെ മഹത്വമായാലും ആ മഹത്വം അറിയണമെങ്കിൽ ഏത് മഹത്വമുള്ളതാവണം? ഏതിനാണ് ആദ്യം മഹത്വം വേണ്ടത്? മനസ്സിന് മഹത്വം വേണം. അപ്പൊ മനസ്സിന് മഹത്വം ഉണ്ടാക്കുന്ന ഒന്നാണ് ശ്രീമദ് ഭാഗവതം. ഈ ഭാഗവതം 7 ദിവസം എന്തിനാണ് കേൾക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യന്റെ മനസ്സിന്റെ മഹത്വം വർദ്ധിക്കും. അപ്പൊ മഹത്വം വർദ്ധിക്കണമെങ്കിൽ നമുക്കൊരു ഗുരുത്വം വേണം. ഗുരുത്വം ഇല്ലെങ്കിൽ മഹത്വം വരില്ല. ഇന്ന് പലർക്കും ഗുരുത്വമില്ല, അതുകൊണ്ടാണ് മനസ്സിന് മഹത്വം വേണം. അപ്പൊ ഗുരുത്വം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? ഗുരുത്വം എന്ന് പറഞ്ഞാൽ ഒരു സ്വാമി തലയിൽ കൈ വെക്കുന്നതല്ല, അങ്ങനെ കിട്ടുന്നതല്ല. അതിന് നമുക്ക് ദൈവീകത വേണം. മനസ്സിൽ ദൈവീകത വരുമ്പോഴാണ് ഒരാളിൽ ഗുരുത്വം ഉണ്ടാകുന്നത്. ഗുരുത്വം ഉണ്ടാകുമ്പോഴാണ് മഹത്വം ഉണ്ടാകുന്നത്. മഹത്വം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ എവിടെയും ഒരു ദൈവീകത നമുക്ക് കാണാൻ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മഹത്വം കാണാൻ നമുക്ക് സാധിക്കും. ഇന്ന് മനുഷ്യന്റെ മനസ്സ് ഗുരുത്വത്തിൽ നിന്ന്, ദൈവീകതയിൽ നിന്ന്, മഹത്വത്തിൽ നിന്ന് മാറിപ്പോയി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ വിദ്യാഭ്യാസം, നമ്മുടെ ഇവിടുത്തെ സാഹചര്യം, നമ്മുടെ ഇവിടുത്തെ രാഷ്ട്രീയ ചുറ്റുപാട്, ഇതെല്ലാം നമ്മളെ കുറേയൊക്കെ അന്ധവിശ്വാസികളാക്കി മാറ്റി. നമ്മളൊക്കെ ഹിന്ദുക്കളാണ്, ക്ഷേത്രത്തിൽ പോകുന്നുണ്ടെങ്കിലും ശരിക്കും നമ്മുടെ ഉള്ളിൽ ഭക്തി വളരുന്നുണ്ടോ? ഈ ഭക്തിയും വിശ്വാസവും രണ്ടും രണ്ടാണ്. വിശ്വാസം എന്നത് മനസ്സിന്റെ ഒരു പ്രതീക്ഷയാണ്. വിശ്വാസം എന്നത് മനസ്സിന്റെ ഒരു കണക്കുകൂട്ടലാണ്. വിശ്വാസം എന്നത് മനസ്സിന്റെ ഒരു പ്രതീക്ഷയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു. അതുകൊണ്ടാണ് പലരും അമ്പലങ്ങളിലൊക്കെ പോയി പ്രാർത്ഥനയ്ക്ക് നടത്തുന്നെങ്കിലും വ്യക്തി ജീവിതത്തിൽ അവരൊന്നും സന്തുഷ്ടരല്ല.
ഒരു തൃപ്തിയില്ല. എന്ത് കിട്ടിയാലും തൃപ്തിയില്ലാത്തൊരു മനസ്സ്. അപ്പൊ നോക്കൂ, തൃപ്തിയില്ലാതെ പോകുമ്പോൾ എന്തായി സംഭവിക്കുക? മനസ്സിലെന്നും ദാരിദ്ര്യമാണ്, മനസ്സിലെന്നും ശൂന്യതയാണ്, മനസ്സിലെന്നും കുറവുകളെയാണ്. അപ്പൊ ഒരു ശുഷ്കമായ, വളരെ ദാരിദ്ര്യം പിടിച്ച, വളരെയധികം വിഷമങ്ങളും വേദനകളും കൊണ്ട് നടക്കുന്ന മനസ്സ് അമ്പലങ്ങളിൽ പോയിട്ടും മാറുന്നില്ലെങ്കിൽ അതൊരു വിശ്വാസത്തിൽ മാത്രം നിൽക്കണം. നാളെയൊക്കെ നേരെയാവും എന്നുള്ളൊരു പ്രതീക്ഷയിൽ നിൽക്കുക. ഇത് നമുക്ക് മാറ്റിയെടുക്കാം. നമുക്കിവിടെ വേണ്ടത് നമ്മുടെ മനസ്സിന് ശക്തി വേണോ? ഇന്ന് നമ്മൾ നോക്കൂ, ചുറ്റുപാട് ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം തന്നെ നോക്കുക. ഓരോ ദിവസവും പത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണം. ഞാൻ ഇന്നലെ രാവിലെ വരുമ്പോൾ, ഇന്നലെ കാലിക്കറ്റിൽ നിന്ന് വരുന്ന സമയത്ത് പത്രത്തിലുള്ളൊരു വാർത്തയാണ്, ഈ തിരുവനന്തപുരത്ത് ഒരുത്തന് സീറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞ ആത്മഹത്യ ചെയ്തു. ഇല്ലേ? ഇത് വേറൊരു ഒരുത്തനുണ്ട്, അവൻ SIR, പുതിയ നമ്മുടെ ഈ എന്താണ് സെൻസസ്, അതായത് ഇലക്ട്രോൾ റോള് നമ്മുടെ പേര് ചെയ്യുന്ന ആ പ്രക്രിയയിൽ എനിക്ക് ജോലി ഭാരമാണ് നമുക്ക് അവനും പോയി തൂങ്ങി മരിച്ചിട്ടുണ്ട്. അല്ലേ? ആണോ? അല്ലെങ്കിൽ ട്രെയിന് തന്നെ. അപ്പൊ ഇതെന്ന് എന്താ മനസ്സിലാക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്കൊന്നും ഒരു മനസ്സിന് ഒരു സാഹചര്യത്തെ തരണം ചെയ്യാനുള്ളൊരു കരുത്തില്ല. ഈ തിരുവനന്തപുരത്ത് തൂങ്ങി മരിച്ചവരെ തന്നെ ഒരു വ്യക്തിക്ക് സമൂഹത്തിൽ വളരെയധികം സ്വാധീനമുണ്ട്. അതായത് സേവനം, ഇവിടെ പറഞ്ഞില്ലേ നേരത്തെ ബംഗാളിയെ പോലെ സേവനം ചെയ്യണം. അങ്ങനെ ഒരു സേവനം ചെയ്യുന്നൊരു മനസ്സിന് ആളുകളായിട്ട് കണക്ഷൻ ഉണ്ടെങ്കിൽ, രാഷ്ട്രീയ പാർട്ടി സീറ്റ് തന്നില്ലെങ്കിൽ എന്ന് എനിക്ക് സ്വതന്ത്രമായിട്ട് മത്സരിച്ചൂടെ പറയും. അപ്പൊ അത് ചിന്തിക്കുന്നില്ല അവര്. അപ്പൊ അതൊന്നും എന്താ മനസ്സിലാക്കേണ്ടത്? അവരുടെ വിചാരം അവരെന്തോ കണക്കൂട്ടിയിരിക്കും. അതാണ് വിശ്വാസം. എനിക്കെന്തോ ഒരു സീറ്റ് തരും, ജനങ്ങളുടെ മുന്നിൽ എനിക്കെന്തോ സ്ഥാനമുണ്ടാവും. ഇതൊന്നും കിട്ടാതെ വരുമ്പോൾ കഴിഞ്ഞു. അപ്പൊ ഇന്ന് മനുഷ്യന്റെ മനസ്സ് വളരെ ശുഷ്കമായിക്കൊണ്ടിരിക്കുകയാണ്, വളരെ ദുർബലമായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദുർബല മനസ്സ് എപ്പോഴാണ് അത് തകർന്നു പോവുക എന്ന് നമുക്ക് പറയാൻ സാധ്യല്ല. അതുകൊണ്ട് ഇന്ന് നമുക്ക് ഭക്തി വളരെ ആവശ്യമാണ്, ഭാഗവതം ആവശ്യമാണ്. ഭാഗവതം ഒരു ഭക്തിശാസ്ത്രമാണ്. ഭക്തി എന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ പോയി മാത്രം കിട്ടുന്നതല്ല. ഭക്തി എന്ന് പറയുന്നത് ഒരു പ്രാർത്ഥന കൊണ്ട് കിട്ടുന്നതല്ല. ഭക്തി എന്ന് പറയുന്നത് നമ്മൾ പഴയ കാലത്തൊക്കെ കാണാറുണ്ട്. ഈ ജ്വല്ലറിയുടെ മുന്നിലൊക്കെ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ആളുകൾ വന്ന് ബ്രഷ് ഉപയോഗിച്ചിട്ട് ആ മണ്ണൊക്കെ എടുത്ത് ചട്ടിയിലാക്കി അരിച്ചരിച്ചരിച്ചരിച്ച് കണ്ടിട്ടുണ്ടോ കാഴ്ച? പണ്ടൊക്കെ കാണാം, ഇപ്പൊ അതില്ല. അവർക്ക് കിട്ടുന്നത് ഒരുപക്ഷെ 1 ഗ്രാം സ്വർണ്ണമൊക്കെ കിട്ടിയാലേ, അല്ലേ? കണ്ടില്ലേ ഇങ്ങനെ കാഴ്ച? ഇതുപോലെയാണ് ഭക്തി എന്ന് പറയുന്നത്. ഭക്തി എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്നതാണ്. അത് നിരന്തരമായ അനുഷ്ഠാനത്തിലൂടെ ഉള്ളിൽ സംഭവിക്കുന്ന ഒന്നാണ് ഏത്? ഭക്തി. ഭക്തിയുള്ള ഒരാൾക്ക് ശക്തി ഉണ്ടാവും, ഭക്തിയുള്ള ഒരാൾക്ക് തൃപ്തി ഉണ്ടാവും, ഭക്തിയുള്ള ഒരാൾക്ക് മനസ്സിന് സ്വസ്ഥതയുണ്ടാവും. ഇത് നമ്മുടെ കുട്ടികൾക്ക് ഇല്ലാതെ പോയാൽ ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണം കൂടും. അപ്പൊ ഇവിടെയാണ് ഭാഗവതത്തിന്റെ മഹാത്മ്യത്തിലെ ആദ്യത്തെ ഒരു കഥ. ഞാൻ അത് പറഞ്ഞുകൊണ്ട് ഇന്ന് ഉപസംഹരിപ്പിക്കും. നാളെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഒരു അമ്മ, അവരുടെ 2 മക്കള് തളർന്നു കടന്ന് അവരിങ്ങനെ യാത്രയിലാണ്. അപ്പൊ പലരും അവഗണിച്ച്, ഒറ്റപ്പെടുത്തി, അവരെ കുറ്റപ്പെടുത്തി, അവരെ വേദനിപ്പിച്ച് അപകടം ഉണ്ടായപ്പോ അവര് മാനസികമായിട്ട് അങ്ങനെ തളർന്നു പോയി. ഈ അമ്മ നോക്കുമ്പോൾ 2 മക്കളും തളർന്നു കിടക്കുകയാണ്. തളരാനുള്ള കാരണം അവർക്ക് ഉണ്ടാകുന്ന അവഗണനയാണ്. ഈ അവഗണന കൊണ്ട് അവര് ഒറ്റപ്പെട്ടു. അങ്ങനെ അമ്മ അവിടെ വെച്ച് ഈ കുട്ടികളെ എങ്ങനെയാണ് തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടതെന്ന് നോക്കുക. കാരണം മാനസികമായി അത്രയും ഈ മക്കള് തളർന്നു കിടക്കുന്നു. അമ്മ ആവും പാടും ശ്രമിച്ചു കുട്ടികളെ ഒന്ന് കൊണ്ടുവരാൻ. പക്ഷെ കുട്ടികളെ കൊണ്ടുവരാൻ പറ്റുന്നില്ല. കാരണം അത്രയും മാനസികമായിട്ട് തളർന്നു പോയി അവര്. ആവും പാട് നോക്കി, പലരായിട്ട് ചോദിച്ചു, ആരിലൊന്നും ഉത്തരം കിട്ടുന്നില്ല. അവസാനം നാരദ മഹർഷി അവിടെ എത്തിച്ചേരും. നാരദരോട് പറയാൻ, നോക്കൂ മഹർഷി, എൻ്റെ അവസ്ഥ, എൻ്റെ 2 മക്കളും തളർന്ന് കിടക്കുന്നത് കണ്ടില്ലേ? അവര് പല അവഗണനയൊക്കെ അനുഭവിച്ചു. ഞാനിത് പറയുമ്പോഴല്ലോ, ഞാൻ എന്തിനാണ് ഈ കഥ പറഞ്ഞു തുടങ്ങിയ വെച്ചാൽ, മഹാത്മ്യത്തിലെ ഈ കഥ
നമുക്ക് വളരെ ഇന്നത്തെ കാലവുമായിട്ട് ചേർത്ത് വയ്ക്കാൻ പറ്റും. ഇന്ന് നോക്കൂ, നമ്മുടെ കുട്ടികളൊക്കെ എവിടെയോ ഏതോ ഒരു കാര്യത്തിൽ അവരെ അവഗണന അനുഭവിക്കുന്നുണ്ട്. കാരണം ഇന്നത്തെ സമൂഹം എന്ന് പറയുന്നത്, ശ്രദ്ധിക്കാനുള്ളത്, ഒരു വശത്ത് റീൽ സമൂഹമാണ്. ഏതോ മാസ്മരിക ലോകത്തിൽ ജീവിക്കുകയാണ് ഈ മൊബൈലും വെച്ചിട്ട്. വേറൊരു കൂട്ടരാണെങ്കിൽ വേറെ ഏതോ ഒരു സ്വപ്നത്തിൽ ലഹരിയുടെ ലോകത്തിലാണ്. വേറൊരു കൂട്ടരാണെങ്കിൽ രാഷ്ട്രീയത്തിന്റെ ലോകത്തിലാണ്. ആണോ? ഇതിലെങ്ങാനും ഇതിൽ പെടാത്തവരാണെങ്കിൽ ഒറ്റപ്പെടും. കഴിഞ്ഞ ദിവസം തന്നെ നിങ്ങൾ നോക്കുക, കേരളത്തിലെ ഒരു ഈ പുതിയൊരു ട്രെയിൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു ബാംഗ്ലൂരിലേക്ക്. കുറച്ച് കുട്ടികൾ ഒരു ഗീതം പാടി എന്നതിന്റെ പേരിൽ മന്ത്രി വരെ അതിന് കമന്റ് പറഞ്ഞു. ഇതൊരു പക്ഷെ അമേരിക്കയിലാണ് സംഭവിച്ച. മന്ത്രിക്ക് സ്ഥാനം കൂടിയത് കാരണം ഒരു കുട്ടികളെ മോറലി ഒറ്റപ്പെടുത്തുകയാണ്. കുട്ടികൾ എന്തോ മഹാപരാധം ചെയ്തു എന്നാണ് അതെന്ന് മനസ്സിലാക്കുക. ആണോ? ദേശവിരുദ്ധമായ ഒരു കാര്യം കുട്ടികൾ ചെയ്തു എന്നതിനൊരു ധ്വനി ആണോ അല്ലയോ? നിങ്ങൾ അതിനൊന്ന് വേറെ മാറ്റി ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ കുട്ടികൾ എന്തോ മഹാപരാധം ചെയ്യാൻ പാടില്ലാത്തതെന്തോ ഇതാ കുട്ടികളെ മാനസികമായിട്ട് വേദനിപ്പിക്കില്ലേ? ഉണ്ടോ ഇല്ലയോ? ആണോ ഇല്ലയോ? ഇത്തരത്തിൽ മന്ത്രി പോലും അങ്ങനെ ചിന്തിക്കുമ്പോൾ എല്ലാവരും വേറെ രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കരുത്. മനസ്സിലായില്ലേ? ഇത് അമേരിക്കയിലെ ഏറ്റവും വലിയ ക്രൈമാണ്. നിങ്ങൾക്കറിയോ? കുട്ടികളെ അമ്മ അടിച്ചാൽ പോലും അവിടെ ക്രൈമാണ്. അറിയാമോ നിങ്ങൾക്ക്? 917 എന്നുള്ള നമ്പർ വിളിക്കാൻ പറ്റും അമേരിക്കയിൽ. അമ്മയോ അച്ഛനോ കുട്ടികളോ, കാരണം കുട്ടികൾക്ക് അവരുടേതായിട്ടുള്ള ഇൻഡിവിജ്വൽ റൈറ്റ് ഉണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ റൈറ്റ് ഉണ്ട്. മനസ്സിലാവുന്നുണ്ടല്ലോ? നിൽക്കട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത്, ഒറ്റപ്പെടുത്തുന്ന കുറ്റപ്പെടുത്തുന്ന കാലത്തിലൂടെയാണ് മനുഷ്യൻ പോകുന്നത്. ആണോ? ആണോ അല്ലേ? ഈ ഒറ്റപ്പെടലും കുറ്റപ്പെടുത്തലും ഇന്ന് കൂടിക്കൂടി വരികയാണ്. അങ്ങനെ കൂടി വരുമ്പോൾ പലർക്കും ഇതിനെ തരണം ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥ ഇല്ലാതെ പോകുമ്പോഴാണ് ഞാൻ ഒറ്റപ്പെട്ടു, എൻ്റെ കൂടെ ആരുമില്ല, ആർക്കും എന്നെ മനസ്സിലാവുന്നില്ല എന്ന ചിന്ത വരുമ്പോഴാണ് പലപ്പോഴും പലരും ആത്മഹത്യകളിലേക്ക് ചാടുന്നത്. ആണോ? ആണോ അല്ലയോ? ഇവിടെയാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, ഇന്ന് നമ്മുടെ കുട്ടികൾ മാനസികമായി ഇന്നുണ്ടാകുന്ന പല സാഹചര്യങ്ങളെയും നേരിടാൻ പ്രാപ്തരാണോ? ആണോ? നമ്മുടെ വീടുകളിലേക്കൊക്കെ നോക്കൂ നിങ്ങൾ. നമ്മുടെ കുട്ടികൾ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങൾ ഇനിയിപ്പോ അതിലും വലിയ അപകടത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. പുതിയൊരു ടെക്നോളജി ലോകത്തിൽ വരികയാണ്, വന്നു തുടങ്ങി. അതിന്റെ പേര് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നാണ്. അതായത് മനുഷ്യനേക്കാളും വേഗതയിൽ പടപട ചിന്തിക്കാൻ കഴിയുന്ന ബുദ്ധിയുടെ വൈഭവം. അപ്പൊ ആ ബുദ്ധിയുടെ വൈഭവത്തിന്റെ മുന്നിൽ നമുക്ക് അത്ര എത്താൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ഒറ്റപ്പെട്ടവരാകും. പറയൂ. അപ്പൊ അവിടെയൊക്കെ നമുക്ക് ഒരു മനോബലം വേണ്ടേ? അതായത് എന്തിനാ മനോബലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെന്തെങ്കിലാണ് റെക്കോർഡ് ചെയ്ത് അദ്ദേഹത്തിന് പറയാൻ പറ്റുള്ളൂ. അതല്ലാത്തൊരു ബുദ്ധി വൈഭവം അതിനില്ല. എനിക്ക് അതിൽ നിന്നും വ്യത്യസ്തമായി ചിന്തിക്കാനുള്ള, സ്വതന്ത്രമായി ചിന്തിക്കാനുള്ള, സ്വതന്ത്രമായി പലതും കണ്ടെത്താനുള്ളൊരു കഴിവുണ്ട് എന്നത് എനിക്ക് ബോധ്യം വരണമെങ്കിൽ എൻ്റെ ഉള്ളിലൊരു ശക്തി വേണ്ടേ? വേണ്ടയോ? ഈ ശക്തി എങ്ങനെ മനുഷ്യരിലുണ്ടാവും? ഇത് തരാനെന്ന് വിദ്യാഭ്യാസത്തിന് പറ്റുണ്ടോ? പറയൂ. ഒരു പ്രശ്നത്തെ നേരിടാനുള്ള, അഭിമുഖീകരിക്കാനുള്ള മനോബലം ഇന്ന് വിദ്യാഭ്യാസത്തിൽ കുട്ടികൾക്ക് കിട്ടുന്നുണ്ടോ? അവർക്ക് പറയുന്നേ. അതുകൊണ്ടാണ് സൂയിസൈഡ് ഇത്ര കൂടി വരുന്നത്. അതും ഹിന്ദു സമൂഹത്തിൽ അത് വളരെ കൂടി വരികയാണ്. അപ്പൊ ഇതിനെന്താണ് ഒരു പ്രതിവിധി? നേരത്തെ പറഞ്ഞതുപോലെ മനസ്സിൽ ഭക്തിയുടെ വിത്ത് നമുക്ക് പാകിയെടുക്കണം. അപ്പൊ നിൽക്കട്ടെ, അമ്മയുടെ കഥയിലേക്ക് പോകും. അമ്മയുടെ മുന്നിൽ ആരാ ഉള്ളത്? 2 മക്കൾ തളർന്ന് കിടക്കുകയാണ്. അമ്മയുടെ അടുത്തേക്ക് ആരെത്തി? നാരദ മഹർഷി. അപ്പൊ അമ്മ വളരെ വിനയാന്വിതനായി ചോദിച്ചു, എന്റെ കുട്ടികൾ തളർന്ന് കിടക്കുന്നു, കണ്ടില്ലേ അവരെ? ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ടും അവര് ആ മാനസികാവസ്ഥ എനിക്ക് അങ്ങോട്ട് ഉണർന്നു വരുന്നില്ല. അങ്ങനെ എനിക്കൊരു വഴി പറഞ്ഞൊരു മഹർഷി തനിക്കറിയുന്നതൊക്കെ ഉപദേശിച്ചു. എന്തുപദേശിച്ചിട്ടും ആ മക്കളുടെ മനസ്സിന് ഒരു മാറ്റവും ഉണ്ടായില്ല. ഒന്ന് പറയുന്നത് ഗീത ഉപദേശമൊക്കെ ഒന്ന് പെടഞ്ഞു നോക്കിയതാണ്. പക്ഷെ എന്നാൽ അവർക്ക് അങ്ങോട്ട് പുറത്തേക്ക് വരാൻ പറ്റുന്നില്ല. അത്രമാത്രം അവർ മാനസികമായി വളരെയധികം തളർന്നു കിടക്കുക. നാരദ മഹർഷി തോറ്റുപോയി. നാരദ മഹർഷി അമ്മയോട് പറഞ്ഞു, വിഷമിക്കണ്ട,
ഞാനൊന്ന് അന്വേഷിക്കട്ടെ, ഇവരെ എങ്ങനെയാണ് തിരിച്ച് പഴയ ഊർജത്തിലേക്ക്, പഴയ കരുത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുക. നാരദ മഹർഷി അവിടുന്ന് ഒരു യാത്രയിലാണ്. അങ്ങനെ അന്വേഷണം നടന്ന് അദ്ദേഹം എത്തിച്ചേരുന്നത് ബദരീനാഥിലാണ്. അവിടെ വെച്ച് അദ്ദേഹം കാണുന്നു സനൽകുമാരാദി മഹർഷിവര്യന്മാരെ. അന്നത്തെ വലിയ ജ്ഞാനികളായിരുന്നു 4 പേര്: സനകൻ, സനന്ദൻ, സനാതനൻ, സനൽകുമാരൻ. ഇവരെയാണ് സനൽകുമാരാദി മഹർഷിവര്യന്മാർ എന്ന് പറയുന്നത്. ഈ സനൽകുമാരാദി മഹർഷിവര്യന്മാരോട് ചോദിച്ചു, ഞാനിങ്ങനെ വഴിയിൽ ഒരു അമ്മയെ കണ്ടു, ആ അമ്മ നേറ്റിൻകരയാണ്, അമ്മ മാനസിക തളർന്നിരിക്കുകയാണ്. കാരണം അമ്മയുടെ 2 മക്കൾ വളരെ യുവാക്കളാണ്, നല്ല ഊർജ്ജസ്വലരായിട്ടുള്ള മക്കളായിരുന്നു. പക്ഷെ ഇപ്പോൾ അവർ മാനസികമായി വളരെ, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഡിപ്രഷനിലാണ്. എതിരാണ് വളരെ ഒരു ബൈപോളർ ഡിസീസ് എന്നൊക്കെ പറയില്ലേ, നിങ്ങൾ കേട്ടില്ലേ? സൈക്കോളജിക്കൽ ഒരു വലിയൊരു ഡീപ്പ് ഒരു മെന്റൽ ഒരു ഡൗൺ ഫാളിലാണ്. എങ്ങനെ അവരെ തിരിച്ചു കൊണ്ടുവരണമെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടിയില്ല. ഞാൻ ആവും പാടും അതൊക്കെ പറഞ്ഞു നോക്കി, പക്ഷെ എനിക്ക് പുറത്തു കൊണ്ടുവരാൻ പറ്റുന്നില്ല. അപ്പൊ ഇതൊക്കെ കേട്ടപ്പോൾ സനൽകുമാരാദി മഹർഷിവര്യന്മാരെ പറഞ്ഞു, അവരെ പുറത്തു കൊണ്ടുവരണമെങ്കിൽ അവരിൽ ഉള്ള ഏറ്റവും അമൂല്യമായ ഒന്നാണ് ശ്രദ്ധ. എന്താണ് ശ്രദ്ധ? എല്ലാവരിലും ഉള്ളൊരു സാധനമാണ് ഏത്? ശ്രദ്ധ. ഈ ശ്രദ്ധയ്ക്ക് ഒരു കുഴപ്പമുണ്ട്. ഇതുണ്ടല്ലോ, എന്തിനാണോ നമുക്ക് ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ അതിലേക്ക് കൂടുതൽ പോകും. ഇപ്പൊ നമുക്ക് കുട്ടികളുടെ ശ്രദ്ധ ഏറ്റവും കൂടുതൽ പോകുന്നത് ഇതിലായിരിക്കും. കാരണം അതിലാണ് അവർക്ക് ഇൻട്രസ്റ്റ്. ആണോ? പണ്ട് ഈ ചെറിയ മൊബൈൽ ആയിരുന്ന സമയത്ത്, സ്മാർട്ട് അല്ലാത്ത കാലത്ത് അതിലൊക്കെ അനുഭവമില്ല. കാരണം അത് വിളിക്കാൻ മാത്രമേ പറ്റുള്ളൂ. ആണോ? ഇന്നിപ്പം നമുക്ക് എല്ലാ ലോകവും പണ്ട് നമ്മൾ ടി വിയിൽ കണ്ടതിനേക്കാളും കാര്യങ്ങളാണ് എതിരുള്ളത്, ഫോണിലുള്ളത്. പോരാത്തെ നമുക്ക് സെൽഫി എടുക്കാം, റീൽ എടുക്കാം, പിന്നെ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, അല്ലേ? നമുക്ക് എന്താണ് യൂട്യൂബിൽ അക്കൗണ്ട് തുടങ്ങാം, ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് തുടങ്ങി പോസ്റ്റ് ചെയ്യാം, ആണോ അല്ലേ? ഓരോ ഗോഷ്ഠികളൊക്കെ കാണിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അപ്പൊ ഇതിലൊക്കെ ശ്രദ്ധ വന്ന് ക്രമേണ എന്ത് പറ്റുന്നറിയോ? ഈ കുട്ടികൾ അതിലേക്ക് മാത്രം ശ്രദ്ധിക്കുമ്പോൾ മനസ്സിനൊരു പ്രത്യേകത ഉണ്ട്. ഭൂമിക്ക് ഭൂഗുരുത്വ ആകർഷണമുണ്ട്, എല്ലാം അതിന്റെ കേന്ദ്രത്തിലേക്ക്. എന്നാൽ മനസ്സ് എന്ത് ചെയ്യിച്ചാൽ ഇതെല്ലാം ഓർത്തു വയ്ക്കും, ഓർമ്മയിൽ സൂക്ഷിക്കും. ഓർമ്മയുടെ തീവ്രത കൂടുന്തോറും നമ്മൾ ചെയ്തത് തന്നെ വീണ്ടും നമ്മൾ അതിനെ പറയും ശീലം എന്ന് പറയും. എന്താണ് പറയാ? അങ്ങനെ ശീലം വന്നു പറയാറില്ലേ? ആണോ? ഒരു കള്ളു കുടിച്ചവൻ വീണ്ടും കള്ളു കുടിക്കുന്നതിന് കാരണം എന്താണ്? അവനതൊരു ശീലമാണ്, അഡിക്ഷനാണ്. ഈ ശീലം വന്ന് പിന്നെ നമ്മൾ അതിനൊരു അടിമയായി തീരും. അഡിക്ഷൻ എന്ന് പറയും, ഇല്ലേ? പിന്നെ അതിൽ നിന്ന് മനസ്സിനെ പുറത്തു കൊണ്ടുവരാൻ പാടാണ്. പിന്നെ നമ്മൾ സൈക്കാട്രി അല്ലെങ്കിൽ കൗൺസിലിങ്ങിന് കൊണ്ടുപോകണം. വേണോ വേണ്ടേ? മൊബൈൽ അഡിക്ഷൻ ഒക്കെ വന്നുള്ള കുട്ടികളെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ കൗൺസിലിങ്ങിനൊക്കെ കൊണ്ടുപോകുന്ന പാരന്റ്സ് ഇല്ലേ? പറയൂ. അപ്പൊ അതിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരൽ അത്ര എളുപ്പമല്ല. അപ്പൊ മനസ്സ് അഡിക്ഷനിലായി, മനസ്സ് ക്രമേണ ഒരു സ്ലേവറി, അടിമത്വത്തിലായി. ആ മനസ്സ് അവശ്യമായി. അങ്ങനെയുള്ളൊരു അവശ്യമായ മനസ്സിനെ കുറെ കഴിഞ്ഞ് സ്വന്തം ജീവിതത്തിലേക്ക് നോക്കുമ്പോഴാണ് ഭാവി എവിടെയും എത്തിയിട്ടില്ല, തൻ്റെ ജീവിതം എവിടെ എത്തിയിട്ടില്ല. താനിങ്ങനെ ഉൾവലിഞ്ഞ് തൻ്റെ ലോകത്തിൽ ജീവിക്കുമ്പോൾ ലോകം പോകുന്നതൊന്നും ഞാൻ അറിയുന്നില്ല. അപ്പോഴാണ് ഒറ്റപ്പെടൽ, അവഗണന. വീട്ടിൽ നിന്ന് അവഗണന ഉണ്ടാവുമോ? അങ്ങനെയുള്ള കുട്ടികളെ അവഗണിക്കുക വീട്ടുകാര് ഉണ്ടാവില്ല. പറയൂ. ഒരു അവഗണന. അപ്പൊ തനിക്ക് ഒരു തോന്നൽ വരും, എന്നെ ആർക്കും വേണ്ട. അങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ ഈ മനസ്സിന്റെ ഒരു പിന്നെ ചിന്തിക്കുന്നതൊക്കെ അപകടകരമായ ചിന്തകളായിരിക്കും. പിന്നെ തൻ്റെ ജീവിതത്തോട് തന്നെ തനിക്കൊരു മടുപ്പും വെറുപ്പും വരുമ്പോൾ അവസാനം ആ തപ്പതലത്തിലെത്തും. ഇത് 5000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഭാരത ചിന്താധാരയിലുള്ളതാണ്. ഗീതയിലെ 2 ശ്ലോകം എനിക്ക് തോന്നുന്നു ഇന്ന് കുട്ടികളെ പഠിപ്പിക്കേണ്ടതായിട്ടുള്ള ഒരു ശ്ലോകമുണ്ട്. ഗാന്ധിജി പറയുന്നു, എന്നെ ഗീത പഠിക്കാൻ പ്രേരിപ്പിച്ചത് ഈ 2 ശ്ലോകങ്ങളാണ്. ഗീതയിലെ 2-ാം അധ്യായത്തിലെ 62ഉം 63ഉം ശ്ലോകം. ഇത് ഇന്ന് വളരെ ആപ്റ്റാണ്. അവിടെ കൃഷ്ണൻ പറയും,
ധ്യായതോ വിഷയാൻ പുംസ സംഗസ്തേഷൂപജായത്തെ സംഗാൽ സഞ്ജായതേ കാമ കാമാത് ക്രോധോ വിജായതേ ക്രോധാത് ഭവതി സമ്മോഹ സമ്മോഹാൽ സ്മൃതിവിഭ്രമ സ്മൃതിഭ്രംശാൽ ബുദ്ധിനാശോ ബുദ്ധിനാശാൽ പ്രണശ്യതി. അതായത് ഒരു മനസ്സിന്റെ അധപ്പതനത്തെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എങ്ങനെയാണ് തളർന്ന് തളർന്ന് തകർന്ന് തരിപ്പണമായി അവസാനം സ്വന്തം ജീവിതം നശിപ്പിക്കുന്ന രീതിയിലേക്ക് ഒരു വ്യക്തി മാറുന്നതെന്ന് കൃഷ്ണൻ വളരെ മെറ്റിക്കുലസ്ലി, വളരെ നമുക്ക് സയന്റിഫിക്കലി സൈക്കോളജിക്കലി കൃഷ്ണൻ പറഞ്ഞു തരികയാണ്. ഇത് നമുക്ക് ആവശ്യമാണ്. എനിക്ക് നിങ്ങളോടൊക്കെ പറയുന്നത് ഒരു 7 ദിവസം നിങ്ങൾ ഇവിടെ നിന്ന് കേൾക്കണം. കാരണം നാളത്തെ നിങ്ങളുടെ കുട്ടികൾക്ക് അല്ലെങ്കിൽ നമ്മുടെ തലമുറകൾക്ക് പകർന്നു കൊടുക്കാനായി പല അറിവുകളും നമുക്ക് കിട്ടും. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും ഒരു ഉത്തരവാദിത്വം ചെയ്യാണ്ട് എന്താ അറിയോ, നിങ്ങൾ എവിടെയാണ് ബഹുമാന്യരാകുന്നത്? നിങ്ങളിൽ നിന്ന് ചിലത് സമൂഹത്തിലേക്ക് എത്തുമ്പോഴാണ്. മനസ്സിലാക്കുക. നമ്മൾ ഒരു വശത്ത് നമ്മൾ ഇങ്ങനെ ചിന്തിക്കണം, വേറൊരു വശത്ത് നിങ്ങൾക്ക് പാകിസ്ഥാൻ ചിന്തിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഡോക്ടർമാരെ പോലും റിക്രൂട്ട് ചെയ്ത്, വൈറ്റ് കോളർ ജോബുള്ളവർ റിക്രൂട്ട് ചെയ്ത് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പൊ പൊട്ടിച്ചിരിക്കുന്ന ഒരു ബോംബൊക്കെ ഉണ്ടല്ലോ, ചില്ലറ സാധനമല്ല അത് കുറേ കൂടി അതിന്റെ ഒരു ലെവല് കൂട്ടിക്കഴിഞ്ഞാൽ ആഘാതം അത് ചിന്തിക്കാൻ പോലും പറ്റില്ല എന്നാണ് വളരെ ഇതിനെക്കുറിച്ച് പറയുന്നത്. വേറൊരു വശത്ത് നമ്മൾ പണ്ട് വയറ് ശുദ്ധീകരിക്കാൻ ഇളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അവളക്കണ്ണയിൽ നിന്ന് ഏറ്റവും വിഷകരമായ സാധനം വേർതിരിച്ച് ഒരു ഹിന്ദു സമൂഹത്തെ എങ്ങനെ കൊല്ലാമെന്ന് മനസ്സിലാവുണ്ടോ? ഇവിടെ നിങ്ങൾ ഡൽഹിയിൽ പൊട്ടിക്കൽ നോക്കട്ടെ. ഞാനിന്ന് ഇങ്ങോട്ട് വരുമ്പം ഈ ന്യൂസ് പേപ്പറിൽ ഫ്ലാഷ് ചെയ്തിരിക്കുന്നത് അവരുടെ ആ ഒരു ശാഖ ഇവിടെയും പല മദ്രസകൾ തുറന്നിട്ടുണ്ട് എന്നാണ്. കേരളത്തില് വ്യത്യസ്തമായ മദ്രസകൾ. അപ്പൊ നമുക്ക് തീവ്രവാദത്തിന്റെ ഒരു തീവ്രത എങ്ങനെ പോയിരിക്കുന്നത്? അപ്പൊ നശിപ്പിക്കണം മറ്റുള്ളവരെ എന്ന ചിന്താഗതിയിൽ ഒരു കൂട്ടർ. നമ്മളാണെങ്കിൽ മിണ്ടാതെ ഒരു ഭാഗത്ത് മൊബൈലും തോണ്ടി നമ്മുടെ ലോകത്തില് നമ്മളും ഒരു കാര്യം ചെയ്യണ്ടേ. അവര് തെറ്റായത് നശിപ്പിക്കണം എന്ന് പഠിപ്പിക്കുമ്പോൾ നമ്മൾ സൃഷ്ടിക്കണം, ഉണരണം, ഉയരണം എന്ന ചിന്ത പങ്കുവെക്കണ്ടേ? വേണോ വേണ്ടയോ? അപ്പോഴല്ലേ മനുഷ്യ ജീവിതത്തിന് ഒരു തൃപ്തിയും ഒരു ധന്യതയും ഉള്ളത്. ആണോ അല്ലയോ? നിങ്ങൾ ആരും അങ്ങനെ കൈകെട്ടിയിരിക്കുന്നവരാണ്. നിങ്ങളൊക്കെ ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു അറിവ് എടുത്ത് ഈ അറിവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന പ്രചാരകന്മാരാണ്. മനസ്സിലായില്ലേ? നേരത്തെ തന്ത്രിയെ കുറിച്ച് പറഞ്ഞ പോലെ ബംഗാളിയെ പോലെ ഓടി നടന്ന് പ്രവർത്തിക്കുന്ന ഒരു ആളെ എന്ന് പറഞ്ഞ പോലെ നമ്മളൊക്കെ ഒരു ബംഗാളിയാവണം. എന്താ ബംഗാളിയാവുക എന്ന് പറഞ്ഞാല് ചൈതന്യ മഹാപ്രഭുവാണ് ഭക്തി പ്രസ്ഥാനം എവിടെ നിന്ന് തുടങ്ങിയത്? ബംഗാളിൽ നിന്ന്. നമ്മുടെ വില്വമംഗല സ്വാമികളെ കുറിച്ച് കേട്ടില്ലേ? തിരുവനന്തപുരത്ത് എന്തായാലും വില്വമംഗലം എനിക്ക് തിരുവനന്തപുരമില്ല. കാരണം അനന്തൻ കാട്ടിൽ ആ ഭഗവാനെ ദർശിച്ചത് വില്വമംഗലമാണ്. അതെന്നാണ് ആ കഥകളൊക്കെ തുടങ്ങുന്നത് അല്ലേ? അദ്ദേഹം അവസാനം എത്തിച്ചേരുന്നത് ബംഗാളിലാണ്. അദ്ദേഹം ബംഗാളിൽ ഒരു വലിയൊരു ഭക്തി ലോകത്തിൽ ജീവിച്ച ആളാണ്. പിന്നെ അവിടെ നിന്ന് അദ്ദേഹം വൃന്ദാവനത്തിൽ പോയി സമാധി ചെയ്തതാണ്. വൃന്ദാവനത്തിൽ സമാധിയായ വില്ലുമംഗലം മലയാളിയാണ് അത്രേ. പക്ഷെ ആ വില്ലുമംഗലം സമാധിയായ സ്ഥലം ഇന്നും കൊണ്ടു നടക്കുന്നത് മലയാളികളല്ല, ആരാണ്? ബംഗാളികളാണ്. അവരാണ് ആ ആശ്രമം കൊണ്ടു നടക്കുന്നത്. അതേ അവരുടെ ആളായിട്ടാണ് വില്ലുമംഗലത്തിന് അവർ കരുതിയിരിക്കുന്നത്. മനസ്സിലായില്ലേ? അത്രമാത്രം ബംഗാളുമായിട്ട് അദ്ദേഹത്തിനൊരു ബന്ധമുണ്ടായിരുന്നു. അപ്പം ഒരു ബംഗാളിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു മലയാളിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റണ്ടേ? വേണോ വേണ്ടയോ? അപ്പൊ നമ്മളാണ് അറിവിന്റെ സർവകലാശാലയിൽ ഇരിക്കുന്നു എന്ന് നമ്മൾ പറയുന്നത്. നമ്മള് വെറും ലൗകികമായ ഭൗതിക വിദ്യാഭ്യാസത്തിൽ മാത്രം ഒതുങ്ങാതെ നമ്മൾ നാരദ മഹർഷിയിലേക്ക് എത്തണം. തളർന്നു കിടക്കുന്ന ഒരമ്മയെ ഉണർത്താനും ഉയർത്താനുമുള്ള വഴി സനൽകുമാരാദി മഹർഷിവര്യന്മാരെ മനസ്സിലാക്കി പറഞ്ഞു, ഭാഗവതത്തിലൂടെ ഉയർത്താം. ഏതിലൂടെ? ഭാഗവതത്തിലൂടെ. അങ്ങനെ 7 ദിവസം ശ്രീമദ് ഭാഗവത സപ്താഹം സനൽകുമാരാദി മഹർഷിവര്യന്മാരെ നടത്തുകയാണ്. ആർക്ക് വേണ്ടിയിട്ട്? ഈ തളർന്നു കിടക്കുന്ന കുട്ടികളെ ഉയർത്താനായിട്ട്. ഓരോ ദിവസം കഴിയുമ്പോഴും നേരത്തെ പറഞ്ഞല്ലോ 7 തലങ്ങൾ എന്ന് പറയുന്നത്. 7 തലങ്ങൾ, അതായത് മനുഷ്യന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന മാറ്റം. അതായത് നമ്മുടെ ശ്രദ്ധ ക്രമേണ ഭക്തിയിലേക്ക് വരും.
ഭക്തിയിലേക്ക് വരുംതോറും നിങ്ങളുടെ അറിവുണരും. ഉള്ളിൽ എവിടെയാണ് ഞാൻ എൻ്റെ ശ്രദ്ധയെ ഉറപ്പിക്കേണ്ടത്? മനുഷ്യന്റെ ശ്രദ്ധയ്ക്ക് ഒരു പ്രത്യേകത, അതിനെങ്ങോട്ട് വേണമെങ്കിലും തിരിയാൻ പറ്റും അല്ലേ? ഗുരുത്വമുണ്ടെങ്കിൽ അത് നല്ലതിലേക്ക് തിരിയും. ആ ഒരു ഗുരുത്വം ഇല്ലാതെ പോകുമ്പോൾ അത് കേവലം തനിക്ക് സുഖം തരുന്ന ചില ലൗകികമായ സ്വാർത്ഥമായ കാര്യത്തിലേക്ക് തിരിയും. ആണോ? ഇന്ന് നമ്മുടെ കുട്ടികൾ അങ്ങനെ തിരിയാൻ കാരണം എന്താണ്? പണ്ട് കാലത്ത് വൈകുന്നേരം സന്ധ്യയ്ക്ക് വീട്ടിൽ നാമൊക്കെ ഉണ്ടായിരുന്നു. ആ നാമജപ സംസ്കാരങ്ങളൊക്കെ നമ്മുടെ വീടുകളിൽ നിന്ന് അകന്നുപോയി. അപ്പൊ കുട്ടികൾ ഈ മൊബൈലിൽ തന്നെ ശ്രദ്ധ വെക്കാൻ തുടങ്ങി. ആണല്ലേ? പഴയ കാലത്ത് നമുക്ക് ശ്രദ്ധയ്ക്ക് കുറച്ചു കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സംസ്കാരം നമ്മുടെ വീടുകളിൽ ഉണ്ടായിരുന്നു. അപ്പൊ അത് നമുക്ക് നഷ്ടപ്പെട്ടു. അപ്പൊ അങ്ങനെ ശ്രദ്ധ കൊണ്ടുവന്ന്, അറിവ് കൊണ്ടുവന്ന് സ്വന്തം മനസ്സിനെ അവർക്ക് മാറ്റിയെടുക്കാനുള്ള ഒരു കഴിവും ശക്തിയും അവരിൽ സംജാതമാകുമ്പോൾ അവരിൽ ദൈവീകത ഉണരാൻ തുടങ്ങും. ദൈവീകത ഉണരും തോറും ഭക്തിയുടെ ആഴവും കൂടും. ഭക്തിയുടെ ആഴം കൂടുന്തോറും തന്നിലും മറ്റുള്ളവരിലും ഒരു ദൈവീകമായ പ്രഭാവം അവർക്ക് കാണാൻ തുടങ്ങും. അപ്പൊ തന്റെ ജീവിതം കേവലം ഒരു സ്വാർത്ഥത്തിൽ ഒതുങ്ങി തന്റെ സുഖത്തിൽ മാത്രം ജീവിക്കല്ല, മറ്റുള്ളവരെ കൂടി മാനസികമായി ഉയർത്തുന്നതിലൊരു സന്തോഷം. അതിന് വേറെ വ്യത്യാസമുണ്ട് അല്ലേ? അതായത് തന്റെ സുഖം, തന്റെ ലോകത്തിലിരുന്ന സുഖം കാണുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് മറ്റുള്ളവരെ കൂടി ഉയർത്തുന്നതിൽ ഒരു സന്തോഷം. അങ്ങനെ ഒരു സന്തോഷത്തിലേക്ക് നമ്മുടെ സമൂഹം തിരിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അങ്ങനെയുള്ള ഒരു സമൂഹം നമുക്ക് ഉണ്ടായാൽ എങ്ങനെ ഇരിക്കും? അപ്പൊ ഇവിടെ സമൂഹം മൊത്തം കൂടുതൽ കൂടുതൽ ഉണരാൻ തുടങ്ങും. അങ്ങനെ ഒരു കാലം നമുക്ക് പണ്ടുണ്ടായിരുന്നു. ശബരിമല കാലത്ത് എല്ലാവരും ഭജനയൊക്കെ ഒന്നിച്ചു പാടുമായിരുന്നു അല്ലേ? ഇപ്പൊ നിങ്ങൾ കോടിയർച്ചന നടത്തുമ്പോൾ എല്ലാവരുടെയും മനസ്സിനെ ഉയർത്തുന്ന ഒരു വലിയൊരു അനുഷ്ഠാനം ഇവിടെ ചെയ്യുമ്പോൾ അതിലുള്ള സന്തോഷവും തൃപ്തിയും ഒരു മൊബൈലിലിരുന്ന് സുഖം അനുഭവിക്കുന്നതിനേക്കാൾ പറയൂ കൂടുതലാണ്. മറ്റതെല്ലാം ലൗകിക സുഖമാണെങ്കിൽ ഇതൊരു ആത്മാനന്ദമാണ്. എന്താണ്? അങ്ങനെ മനസ്സിനെ ഉയർത്താൻ സാധിക്കും. ഈ തരത്തിൽ ശ്രദ്ധ മാറ്റാൻ ഭാഗവതത്തിലൂടെ 7 ദിവസം പരിശ്രമിച്ച് ഈ കുട്ടികൾ ഇങ്ങനെ ഇത് കേട്ട് 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 തളർന്നു കിടക്കുകയാണ്. എന്നാൽ അവർ കേട്ട് കേട്ട് അവരുടെ ശ്രദ്ധ അതിലേക്ക് വരാൻ തുടങ്ങി. ഇതിലേക്ക് അങ്ങനെ അവര് ക്രമേണ അതിലേക്ക് മനസ്സ് വന്ന് ശ്രദ്ധ വന്ന് അവരുടെ ഉള്ളിൽ എങ്ങനെയാണ് ഒരു വെടിക്കെട്ടിന് തീ കൊടുക്കുന്നത്? ആ തീ കൊടുത്ത് പിന്നെ ഇങ്ങനെ പൊട്ടി കയറി പോകുന്നത് പോലെ ഈ ഭാഗവതമാകുന്ന തിരി അവരുടെ ഉള്ളിൽ കൊളുത്തി വെച്ചതും അവരുടെ ഉള്ളിൽ ആ ശ്രദ്ധ ഉണർന്നു, ഭക്തി ഉണർന്നു, ശക്തി ഉണർന്നു. ക്രമേണ അവരുടെ ദൈവീകത ഉണർന്നു. മാറ്റം അവരിൽ ഉണ്ടാവാൻ തുടങ്ങി, അവരുണരാൻ തുടങ്ങി, അവരുയരാൻ തുടങ്ങി, അവരുടെ ആനന്ദം പ്രകടമാവാൻ തുടങ്ങി. അവർ പിന്നീട് വരുന്നത് 7ാമത്തെ ദിവസം സപ്താഹം കഴിയുമ്പോൾ ഒരു ആനന്ദ മൊത്തത്തിലാണ്. എങ്ങനെയാ വരുന്നത്? ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ എന്ന് പറഞ്ഞ് നൃത്തച്ചുവട് വെച്ചിട്ടാണ് ആര് വരുന്നത്? ഈ കുട്ടികൾ. അപ്പൊ തളർന്നുപോയ കുട്ടികളെ ഉയർത്തി ഒരാനന്ദ നൃത്തത്തിലേക്ക് എത്തിച്ച ശ്രീമദ് ഭാഗവതം. വേണോ വേണോ വേണ്ടയോ? 7ാമത്തെ ദിവസം നിങ്ങളൊക്കെ എങ്ങനെയായിരിക്കും ഇവിടെ? എങ്ങനെയായിരിക്കും ഇവിടെ? ഒരു ആനന്ദ നൃത്തത്തിലായിരിക്കും. അങ്ങനെ ആവണമെന്നുണ്ടോ? ആവണമെന്നുണ്ടോ? 7ാമത്തെ ദിവസം നമുക്ക് ചേരൊന്നും വേണ്ടി വരില്ല. നമ്മൾ വേറൊരു ആനന്ദ ലഹരിയിലേക്ക് വേണ്ടേ? എന്താണെന്നും വേണ്ടാത്തത് നിങ്ങൾ. ഈ ലഹരി കയറി കഴിഞ്ഞാൽ മറ്റേ ബീവറേജ് ലഹരിയുടെ ആവശ്യമില്ല. അവിടെ എങ്ങനെയാ വെച്ചാൽ തലയ്ക്ക് കയറി കഴിഞ്ഞാൽ ചേർത്ത് അടിക്കുക നല്ലതല്ലേ അല്ലേ? കൂടെയുള്ളവരെ പോയി അടിച്ചു കൊല്ലും നോക്കിയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെയല്ലേ? കള്ളു കുടിച്ചാൽ പരിസരം പോലെയല്ല. എന്നാൽ ഈ ഒരു നൃത്തം എന്ന് പറയുന്നത് തനിക്കും മറ്റുള്ളവർക്കും ആനന്ദം പകർന്നു കൊടുത്തുകൊണ്ട് ആനന്ദ ലഹരിയിലാടുന്ന ആനന്ദത്തിന്റെ സൗന്ദര്യ നൃത്തമാണ്. ആ ഒരു തരത്തിലേക്ക് 7 ദിവസം കൊണ്ട് നമുക്ക് എത്തിച്ചേരാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിന്റെ മഹത്വമാണ് ശ്രീമദ് ഭാഗവത മഹാത്മ്യം. നിങ്ങളുടെ മനസ്സിന് അത്രയും മഹത്വമുണ്ട്. അതുകൊണ്ട് ഇന്ന് ഉറപ്പിക്കണം, എന്റെ മനസ്സിന് ഏറ്റവും ദിവ്യമായൊരു മഹത്വമുണ്ട്. ഇത്രയും കാലം ഞാൻ അതിനെ ഏത് മഹത്വത്തിലാണ് കൊണ്ട് നടന്നത്? അതിനെ മഹത്വത്തിലല്ല കൊണ്ട് നടന്നത്, അതിനെ ഞാൻ അസത്തിലാണ് കൊണ്ട് നടന്നത്. എന്താ അസത്തിൽ കൊണ്ട് നടന്നു എന്നാൽ അത് വെറും ലൗകികമായ ദുർബലമായ കാര്യങ്ങളിൽ മാത്രം മനസ്സ് വെച്ച് തൃപ്തിയുണ്ടോ? മനസ്സിന് തൃപ്തിയുണ്ടോ? ഒന്നും ഇടാത്തത്. ഒരു തൃപ്തിയുണ്ടോ? ഒരു ശക്തിയുണ്ടോ?
അവരൊക്കെ പറയൂ. അപ്പൊ നമ്മൾ എന്ത് മനസ്സിലാക്കണം? മഹത്വം വന്നിട്ടുണ്ടോ? മഹത്വം വന്നിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഒരു മഹത്വം ഉണ്ടാക്കണം. 7 ദിവസം കൊണ്ട് നിങ്ങളുടെ മനസ്സിനെ മഹത്വമുള്ളതാക്കി തീർക്കുക. മനസ്സിലായില്ലേ? മനസ്സിലാവുണ്ടോ? ശബരിമലയിൽ നടന്നുകൊണ്ടാണ് സ്വർണം ചെമ്പാവുകയാണ് അല്ലേ? നമ്മളിവിടെ 7 ദിവസം കൊണ്ട് ചെമ്പിനെ സ്വർണം തിരിച്ചാക്കിയിരിക്കുക. വേണോ? വേണോ? നിങ്ങൾക്ക് ഒരു 7 ദിവസം ആരെങ്കിലും ചോദിക്കും നിങ്ങളോട്, എന്തിനാ ഞാൻ സപ്താഹത്തിന് പോകുന്നത്? ചെമ്പിനെ സ്വർണ്ണമാക്കാം. ഒരു 7 ദിവസം കഴിഞ്ഞാൽ നിങ്ങളുടെയൊക്കെ മനസ്സ് എന്താണ്? അതുപോലെ സ്വർണം പോലൊരു വ്യക്തിയാണ് പറയാറില്ലേ? ഇതുപോലെ നിങ്ങളെ കുറിച്ച് പറയും സ്വർണം പോലെ. നമ്മൾ കുട്ടിക്കാലത്തൊക്കെ കേട്ടിട്ടുണ്ട്, തങ്കക്കുടമൊക്കെ കേട്ടിട്ടുണ്ട്. പിന്നെ തങ്കല്ലേ, പിന്നൊക്കെ സ്വർണ്ണമല്ല, എന്താ പറയാ, എല്ലാം മുക്കുവണ്ടം പോലെ പോയി. ഈ അതിൽ നിന്ന് മാറി നമ്മളൊക്കെ സ്വർണമായി മാറുന്ന, സ്വർണ്ണ തേജസ്സുള്ളവരായി മാറുന്ന ഒരു എന്തുകൊണ്ട് വൃന്ദാവൻ വഴി പോയിക്കൂടാ? വികാരി ക്ഷേത്രത്തിലൊക്കെ ഒന്ന് കയറി ഒക്കെ പോണം എന്നൊരാഗ്രഹം. ഞാൻ അവിടെ പോയിട്ടില്ലായിരുന്നു ആ കാലത്ത്. ഞാൻ ട്രെയിനിൽ അങ്ങനെ ഇരുന്ന് അതിനെപ്പറ്റി ആലോചിച്ചിരിക്കുന്നത്, എനിക്ക് പിറ്റേന്ന് അങ്ങനെ പോവാം ചെയ്യാമെന്ന് ഞാൻ സുഹൃത്തുക്കളോട് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ വന്ന് സീറ്റിലിരുന്നു. അപ്പൊ എനിക്കെന്തോ ഒരു പ്രത്യേകത തോന്നി. പിന്നീട് ഞാൻ മനസ്സിലാക്കിയത്, യൂട്യൂബിൽ രാധേ രാധേ എന്ന് പറഞ്ഞ ഒരു ചാനൽ നടത്തുന്ന ഒരു ശ്രീകൃഷ്ണ ഭക്തനാണ്, ഒരു രാധാറാണിയുടെ ഭക്തനാണ് എൻ്റെ അടുത്ത് വന്നിരുന്നതും എനിക്കത് വിശദമാക്കി തന്നത്. നമ്മൾ വളരെ സൂക്ഷ്മമായി ഈശ്വരനോട് അടുത്ത് നിന്ന് ജീവിക്കുകയാണെങ്കിൽ, നമ്മുടെ ചിന്തകളെ ശ്രദ്ധിച്ച്, ചിന്തയാൽ മനസ്സിനെ വേട്ടയാടപ്പെടാതിരിക്കാനായി ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഈശ്വരന്റെ നമ്മളുമായുള്ള സംവാദം മനസ്സിലാകും. നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ ആത്മാവെന്നും ഭഗവാന്റെ ഒരു കലയെന്നും ഒക്കെ പറയുന്ന ആ ജീവസുറ്റ് തത്വം, അത് നമ്മളോട് എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുക. ആകെ നമുക്ക് ആവശ്യം സംവാദനക്ഷമതയാണ്. പ്രത്യക്ഷത്തിലുള്ള നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഉള്ളിലോട്ട് വലിയുമ്പോൾ ഇത് വളരെ വ്യക്തമായി നമുക്ക് ബോധ്യപ്പെടും. ഇതെന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ, സപ്താഹങ്ങൾ ഒരുപാട് നടക്കും. ചിലപ്പോൾ ഇവിടെ ഇതിനു മുമ്പ് നടന്നു കാണും, ഇനിയും നടക്കുമായിരിക്കും. വെറുതെ ഒരു സപ്താഹത്തിൽ കുറേ നാൾ നമ്മൾ പങ്കെടുക്കുന്നു എന്ന് പറയുന്നതിൽ കാര്യമില്ല. സപ്താഹ ആചാര്യന്മാർ ഉദ്ദേശിക്കുന്ന ഒരു ഫലം അതിലുണ്ടാകണമെങ്കിൽ, ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്ന 4 മാർഗത്തിൽ ഒന്നായ ഭക്തിമാർഗത്തിലാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്, ഏറ്റവും കൂടുതൽ ഞാൻ അവരെ ഭക്തന്മാരെ ശ്രദ്ധിക്കുക, ആ പൂർണ്ണ ഭക്തിയോടുകൂടി ഭഗവാനിൽ സമർപ്പണം ചെയ്ത് ജീവിക്കുക എന്നുള്ളത്. ഞാൻ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്. ഈ ന്യൂമറോളജിയിൽ ചില നമ്പേഴ്സ് ഉണ്ട്. ആ നമ്പേഴ്സിന്റെ ഒരു കളിയുണ്ട്. ആ കളിയിൽ നമുക്ക് ആർക്കും, നമ്മൾ എവിടെ പോയി പ്രാർത്ഥിച്ചാലും എന്ത് ചെയ്താലും നമുക്ക് അതിൽ നിന്ന് മോചനം കിട്ടില്ല. അതിനെ നമുക്ക് തടുത്തു നിർത്താനും അതില് നമുക്കൊരു റിലീഫ് തരാനും ഭഗവാൻ കൃഷ്ണനെ കൊണ്ട് മാത്രമേ സാധിക്കൂ. ഇതെന്റെ ജീവിത അനുഭവമാണ്. അപ്പോൾ കൃഷ്ണ അവബോധത്തിലോട്ട് ഒരാളിന് വരണമെങ്കിൽ അവനൊരു വിധി വരും. വിധി വരുന്ന ആളുകൾ ഒരു ചെറിയ ശതമാനമേ ഇതിൻ്റെ അകത്ത് വരുള്ളൂ. കാരണം ഇതിൻ്റെ അടിസ്ഥാനം സ്നേഹമാണ്, പരസ്പരമായിട്ടുള്ള സ്നേഹം, മനുഷ്യരാശിയോടുള്ള സ്നേഹം, മാധവ സേവ, അതിനുള്ള ഒരു താല്പര്യം. അപ്പോൾ ആ സ്നേഹം നമ്മുടെ ഉള്ളിലുള്ള ബേസിക് ആയിട്ടുള്ള ആ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ഈ സപ്താഹത്തിലൂടെ നടക്കുന്ന കഥകളിലൂടെയും മറ്റും കേട്ട് പൂർണ്ണമായി കൃഷ്ണാവബോധത്തിലോട്ട് എത്തിച്ചേരാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഈ ഭഗവാന്റെ അനുഗ്രഹത്താൽ നമുക്ക് ഒന്നാം തരം നല്ലൊരു ആചാര്യൻ ഇവിടെ ഉണ്ട്. നമ്മുടെ മലയാളികൾ ഇവിടെ ഉണ്ടോ അവിടെ എല്ലാം അറിയപ്പെടുന്ന ആ ആചാര്യന്റെ വാക്കുകളിലൂടെ സാക്ഷാൽ ഭഗവാൻ തന്നെ സംസാരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. രാധാകൃഷ്ണ ലീല എന്താണെന്ന് മനസ്സിലാക്കുക. ഈ
വൃന്ദാവനില് ഭഗവാന് ഉണ്ടായിരുന്നപ്പോൾ അവതാര സമയത്ത് അന്ന് വരെ പൂജിച്ചിരുന്ന ഇന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾക്കുള്ള പൂജ വേണ്ട എന്ന് പറഞ്ഞ് പൂജ ആർക്ക് ചെയ്യണമെന്ന് പറയുന്ന ഒരു സന്ദർഭമുണ്ട്. അതൊക്കെ ഒന്നുകൂടി ഞാൻ ഈ പറഞ്ഞ വാക്കുകളുടെ അടിസ്ഥാനത്തിൽ ഒന്നുകൂടി വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. ആർക്കാണ് പൂജ ചെയ്യേണ്ടതെന്നൊക്കെ ഭഗവാൻ പറയാതെ പറയുന്നുണ്ട്. ശ്രീകൃഷ്ണനിലെ പൂർണ്ണ സമർപ്പണത്തോടുകൂടി നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ സപ്താഹത്തിൽ അലിഞ്ഞു ചേർന്ന് ആ ശ്രീകൃഷ്ണന്റെ പരമമായ അനുഭൂതി നമ്മളെല്ലാവരുടെയും സോഴ്സ് ഓഫ് എനർജി ആയ ആ കേന്ദ്രത്തിൽ നിന്നുള്ള അനുഭൂതി അനുഭവിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്നിവിടെ വന്ന് 2 വാക്ക് സംസാരിക്കാൻ എന്നെ അനുവദിച്ച സംഘാടകരോട് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഹരേ കൃഷ്ണ. അടുത്തതായി കൃഷ്ണകൃപ സേവാ സമിതി ചെയർമാൻ ശ്രീ ദീപു വെങ്കിട്ടറാവ് അവരുടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. സംപൂജ്യരായ പുണ്യാത്മാക്കളെ, ഇവിടെ ഇരിക്കുന്ന ഗുരുനാഥനായ സ്റ്റേജിനാഥനായ ഗുരുനാഥന്മാർക്ക് എൻ്റെ വിനീതമായ പ്രണാമം. ഈ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം 12 പ്രാവശ്യം ചെയ്യാൻ ശ്രീ ഗുരുവായൂരപ്പൻ്റെ ശ്രീനിവാസൻ്റെയും അനുഗ്രഹം കൊണ്ട് ചെയ്യാൻ കഴിയും. അതിനൊരു ഭാഗമാകാൻ ഭഗവാനോട് തന്നെ എല്ലാ ഏകാദശിക്കും ശുക്ലപക്ഷത്തിലെ ഏകാദശിക്കും ഗുരുവായൂർ പോവുകയും ഭഗവാനോട് പ്രാർത്ഥിക്കുകയും തിരുപ്പതി പോവുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായി നമ്മുടെ ലോകപ്രശസ്തനായ നമ്മുടെ സ്വാമി ഉദിച്ചേരിഞ്ഞ് അദ്ദേഹത്തിനോടുകൂടെ തന്നെ സ്വാമിജിയുടെ നേരിട്ട് കാണാൻ എനിക്കിതുവരെ കഴിഞ്ഞിട്ടില്ല. യൂട്യൂബിൽ കൂടി അല്ലാതെ ഒരുപാട് ഒരു രാത്രി മാക്സിമം ഒരു സ്വാമിയുടെ ഗീതാ വചനങ്ങൾ മാക്സിമം ഒരു മാസത്തിൽ 5 പ്രാവശ്യങ്ങളിൽ കേൾക്കും. മാനസികമായിട്ട് തളരാൻ സാധിക്കാത്ത ഒരു ചിന്താധാരയിൽ കൂടി തന്നെ നമുക്ക് കൊണ്ടുപോകാൻ ഗുരു പരമ്പരയുടെ അനുഗ്രഹീതനായ സ്വാമിയെ നമുക്ക് കിട്ടാൻ കഴിയും. അതിനെല്ലാം നമ്മളെല്ലാം ജീവിക്കുകയും ഒരു നാൾ മരിക്കുകയും ചെയ്യും. പക്ഷേ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഭഗവാൻ കൂടെ ഉണ്ടെന്നുള്ള ഒരു ധാരണ ആണ് ഈ കാണുന്ന ഈ സദസ്സിൽ ഒരു കോടിയർച്ചന ചെയ്യുവാൻ ഭഗവാൻ നിയോഗിക്കപ്പെട്ടത്. ഈ കോടിയർച്ചന കേശവാനന്ദ സ്വാമി അഭേദാശ്രമത്തിലെ ബന്ധുജനങ്ങളും മറ്റു ആളുകളുടെയും അനുഗ്രഹത്തോടു കൂടി ഭംഗിയാക്കാൻ കഴിഞ്ഞു. ആ വേദിയിൽ തന്നെ ഇന്ന് ഭാഗവത സപ്താഹം ചെയ്യാൻ കഴിഞ്ഞത് ഭഗവാന്റെ അനുഗ്രഹം. ഇങ്ങനെ ഒരു ഗുരുനാഥനം കിട്ടിയതും ഭഗവാന്റെ ഒരു അനുഗ്രഹം. ഇതെല്ലാം ഭഗവാന്റെ ഒരു മാജിക്ക് തന്നെ പറയാം. അതുപോലെ തന്നെ എല്ലാവരും ശ്രമിക്കുകയും വളരെ ഭാഗ്യം ചെയ്തവരാണ് നമ്മൾ ഈ മണ്ണിൽ. അത് എത്രത്തോളം വലുതാണെന്ന് ഈ 7 ദിവസത്തെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഹരേ കൃഷ്ണ. ഹരിയോ. അടുത്തതായി കൃതജ്ഞത രേഖപ്പെടുത്തുന്നതിനായി കൃഷ്ണകൃപ സേവാ സമിതി രക്ഷാധികാരി ശ്രീ ഭുവനചന്ദ്രൻ അവരുടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ. എന്നിൽ അർപ്പിച്ചിരിക്കുന്ന കർത്തവ്യം കൃതജ്ഞത പറയുക എന്നതാണ്. ആദ്യമായി കൃതജ്ഞത പറയേണ്ടത് നമ്മുടെ അധ്യക്ഷൻ ഡോക്ടർ ശ്രീ രാധാരമണൻ അവർക്കാണ്. അദ്ദേഹം ഞാനിവിടെ വന്ന സമയം തൊട്ടേ നമ്മൾ തമ്മിൽ ഭയങ്കര സ്നേഹമാണ്. എന്ത് കാര്യത്തിനും വിളിച്ചാലുടൻ വരികയും ഇവിടുത്തെ നല്ലൊരു അഡ്വൈസ് ഇന്നലെ തന്നെ നല്ലൊരു അഡ്വൈസ് തന്നിട്ട് പോയ മനുഷ്യനാണ്. പക്ഷെ എനിക്ക് സമയത്തിന് എത്താൻ പറ്റില്ല എന്നുള്ള വിഷമം മാത്രമേ ഉള്ളൂ. എന്നാൽ എന്ത് കാര്യത്തിനും മുമ്പോട്ട് നിന്ന് ഒരു കൊച്ചു പയ്യനെ പോലെ
ചെറു പ്രായക്കാരനെ പോലെ ഓടി നടന്ന് ചെയ്യുന്ന അദ്ദേഹത്തിന് ഇവിടെ വന്ന് നല്ലൊരു പ്രസംഗം കാഴ്ചവെച്ച ഭഗവാന്റെ പേരിൽ ഈ കൃഷ്ണകൃപ സേവാ സമിതിയുടെ പേരിലും എൻ്റെ പേരിലും ദീപ് പോറ്റി അവരുടെ പേരിലും നന്ദി അറിയിച്ചുകൊള്ളുന്നു. രണ്ടാമത് കൃതജ്ഞത അറിയിക്കേണ്ടത് നമ്മുടെ സ്വാമിജി അവർക്കാണ്. നേരത്തെ തന്നെ സമയത്തിന് മുമ്പേ തന്നെ 6 മണിയാണ് പറഞ്ഞിരുന്നത്. എന്നാൽ നേരത്തെ തന്നെ അദ്ദേഹം ഇവിടെ എത്തുകയും ഉടൻ തന്നെ ഇവിടെ ശുദ്ധികലശം നടത്തുകയും ചെയ്തു, നല്ലൊരു മഴയോടുകൂടി. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ നല്ല നമ്മുടെ ഈശ്വരനെ പറ്റിയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുവാനും അതിനെപ്പറ്റി ലോകം മുഴുവൻ അറിയുന്ന ആ വ്യക്തിക്ക് എൻ്റെ പേരിലും ഈ കൃഷ്ണസേവ കൃപാ സമിതിയുടെ പേരിലും കൃതജ്ഞത അറിയിച്ചു കൊള്ളുന്നു. അടുത്തത് കൃതജ്ഞത അറിയിക്കേണ്ടത് നമ്മുടെ ഈ പരിമിതമായ സ്ഥലത്ത് നമ്മുടെ എസ് എ നാഗരാജ് സാറിന്റെ ക്ഷണപ്രകാരം ഇവിടെ വന്നു ചേർന്ന കൊല്ലം ജില്ലാ ജഡ്ജി ശ്രീമാൻ രാജേഷ് അവർക്കാണ്. അദ്ദേഹം ഇത്രയും മനോഹരമായ ഈശ്വരൻ എന്നുള്ള ചിന്തയിൽ കാഴ്ചപ്പാടോടുകൂടി നമുക്ക് നല്ല രീതിയിൽ അറിവ് പകർന്നു തന്ന അദ്ദേഹത്തിന് എൻ്റെ പേരിലും കൃഷ്ണസേവ കൃപ സമിതിയുടെ പേരിലും ദീപ് പോറ്റിയുടെ പേരിലും നന്ദി അറിയിച്ചുകൊള്ളുന്നു. അടുത്തത് നന്ദി അറിയിക്കേണ്ടത് ദീപ് പോറ്റിക്കാണ്. അദ്ദേഹം ഇവിടെ മൊത്തവും നിറഞ്ഞു നിൽക്കുന്ന വലിയൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് കൃതജ്ഞത പറയേണ്ട അർഹതയില്ല. എന്നാലും അദ്ദേഹത്തിനും എൻ്റെ പേരിലും കൃഷ്ണ കൃപ സേവാ സമിതിയുടെ പേരിലും കൃതജ്ഞത അറിയിച്ചുകൊള്ളും. അടുത്ത് അറിയിക്കേണ്ടത് ഗോടി അർച്ചന ഇവിടങ്ങളിൽ ആദ്യമായിട്ടാണ് ഒരു ഗോടി അർച്ചന നടത്തിയത്. ഗോടി അർച്ചന നടത്താൻ വേണ്ടി പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഇവിടെ നടക്കുമോ എന്നുള്ള ഒരു പേടി, ഒരു ആശ്ചര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഒരൊറ്റ മനുഷ്യന്റെ പ്രയത്നവും എല്ലാം കൊണ്ടും ദീപ് പോറ്റി എന്നുള്ള ഒറ്റ മനുഷ്യന്റെ പ്രയത്നവും അതിന്റെ ഇച്ഛാശക്തിയും കൊണ്ട് നമ്മുടെ അഭയദാനാശ്രമത്തിൽ നിന്നും ഇവിടെ നാട്ടിൽ നിന്നും എല്ലാ നല്ല ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ നാട്ടിലെ നല്ലൊരു സംരംഭം പടുത്തുതീർത്ത അതിന്റെ സംഘാടകർക്കും ഈ സമയത്ത് ഞാൻ കൃതജ്ഞത അറിയിച്ചു കൊള്ളുന്നു. അടുത്തത് പറയേണ്ടത് നമ്മുടെ സ്വാഗത പ്രാസംഗികൻ ശ്രീമാൻ ഗിരീഷ് അവർക്കാണ്. ഇവിടെ ദീപ് പോറ്റിയുടെ ഗുരുവാണ് അദ്ദേഹം ഞാനിവിടെ വന്ന കാലം തൊട്ടേ അദ്ദേഹത്തിന് ഞാനും വലിയ സ്നേഹത്തിലാണ്. അങ്ങേര് വയനാട്ടിൽ നിന്നും ഇവിടെ എന്താവശ്യമുണ്ടെങ്കിലും ദീപ് പോറ്റിയുടെ ഒരു ഫോൺ കോൾ വന്നാൽ എന്താവശ്യത്തിനും ഒരു പ്രയാസവും കൂടാതെ ഇവിടെ വന്ന് നല്ല എല്ലാ കാര്യങ്ങളിലും പ്രയത്നിക്കുക. ഇന്നലെ ഒരു ജോലിക്കാരനെ പോലെ ഇവിടെ വന്ന് നമ്മളൊരു തൊഴിലാളി, ബംഗാളി തൊഴിലാളി പോലെ ജോലി ചെയ്ത് ഇത്രയും കൂടെ നല്ല രീതിയിൽ ഇത്രയും അലങ്കാരമൊക്കെ ചെയ്ത് നമ്മുടെ ഗിരീഷ് പോറ്റി അവരുടെയും ഈ അവസരത്തിൽ ഞാൻ നന്ദി അറിയിച്ചുകൊള്ളും. ഇതുപോലെ എല്ലാ കാര്യത്തിനും ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും എൻ്റെ പേരിലും കൃഷ്ണ കൃപ സമിതിയുടെ പേരിലും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഹലോ, എല്ലാവർക്കും ഭക്തിസാന്ദ്രമായ 7 ദിനങ്ങൾ ഹരേ കൃഷ്ണ. ഗജാനന സ്വാമിക്കും സരസ്വതിക്കും യുക്കുമാർക്കും വന്ദനം. നാളിതുവരെ നമ്മുടെ മനുഷ്യരാശിയിൽ ജനിച്ച് ജീവിച്ച ഗുരുക്കന്മാരെ വന്ദിക്കുന്നു. നമ്മോടൊപ്പം ഇന്നിവിടെ വേദിയിലുള്ള
ഗുരുവിനെ പോലെ ഈ കാലഘട്ടത്തിൽ നമ്മളൊപ്പം ജീവിക്കുന്ന ഗുരുക്കന്മാരെ വന്ദിക്കുന്നു. നാളെ വരും കാലങ്ങളിൽ മനുഷ്യരാശിയെ നയിക്കാനായി ജന്മമെടുക്കാൻ നിയുക്തരായ ഗുരുക്കന്മാരെ വന്ദിക്കുന്നു. നമ്മളിങ്ങനെ ഇവിടെ ഇരുന്നപ്പോൾ സ്വാമിയുടെ പടം ഇങ്ങനെ 2-3 പ്രാവശ്യം വീഡിയോ ഉണ്ടായി. അപ്പോൾ എനിക്ക് ആ സ്വാമിയുടെ ആശ്രമത്തിൽ പോയ ഓർമ്മയും, അതേപോലെ തന്നെ എന്നെ ചെറുപ്പത്തിൽ 1988 സത്യാനന്ദ സരസ്വതി സ്വാമിയുടെ അടുത്ത് എൻ്റെ അച്ഛൻ കൊണ്ടുപോയതും 97 ആലയ സ്വാമിയുടെ അടുത്ത് എൻ്റെ അച്ഛൻ കൊണ്ടുപോയതും ഒക്കെ ഇങ്ങനെ എൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ ഒരു മിന്നായം പോലെ കടന്നുപോയി. ജീവിതത്തിൽ ഉടനീളം ഒരുപാട് സന്യാസിവര്യന്മാരുടെയും ഗുരുക്കന്മാരുടെയും ആചാര്യന്മാരുടെയും ഒക്കെ ഒരു സ്നേഹവാത്സല്യം അനുഭവിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. സ്വാമിയുടെ പ്രഭാഷണങ്ങളൊക്കെ ഞാൻ യൂട്യൂബിലൂടെയൊക്കെ കുറച്ച് കേട്ടിട്ടുണ്ട്. സ്വാമിയുടെ ഗുരുവായ ചിന്മയാനന്ദ സ്വാമിയുടെ പഴയ വീഡിയോസും ഒക്കെ നമുക്കിപ്പോൾ യൂട്യൂബിൽ കുറച്ചൊക്കെ ലഭ്യമാണ്, അത് കേട്ടിട്ടുണ്ട്. ആ ഗുരു പരമ്പരയെ ഞാൻ വന്ദിക്കുന്നു. എന്നെ ഇന്ന് ഇവിടെ ഈ പരിപാടിക്ക് സംഘാടകർ ക്ഷണിച്ചത് ഇൻസ്പെക്ടറായ നാഗരാജൻ അവരുടെയാണെങ്കിലും ശരിക്കും ശ്രീകൃഷ്ണ ഭഗവാനാണ് എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം രാവിലെ ഞാൻ എണീറ്റാൽ ആദ്യം ചെയ്യുന്നത്, അന്നേ ദിവസം എനിക്ക് 100ഓളം പേർക്ക് ഞാൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഫോട്ടോ വാട്സപ്പിൽ അയക്കുക എന്നുള്ളത്. ഞാൻ വേറെ സാധാരണഗതിയിൽ മറ്റൊരു കാര്യവും അങ്ങനെ അയക്കാറില്ല. അപ്പോൾ ഈ കൃഷ്ണനുമായുള്ള അടുപ്പം അത് ബോധപൂർവം തുടങ്ങിയതല്ല, അത് സ്വാഭാവികമായ എൻ്റെ ജീവിതത്തിലെ ഒരു യാത്രയിൽ സംഭവിച്ച ഒരു സംഭവമാണ്. 6 വയസ്സിൽ ഞാൻ ഇവിടെ നഴ്സറിയിലും JB സ്കൂളിലും പഠിച്ചിട്ട് എൻ്റെ അച്ഛൻ്റെ ജോലിയായി ഞാൻ നെയ്യാറ്റിൻകര വിട്ടതാണ്. എൻ്റെ ഒരു 15 വയസ്സ് വരെ പിന്നീട് ഞാൻ ഒരു ക്ഷേത്രത്തിലും പോയിട്ടില്ല, ഞങ്ങളുടെ വീട്ടിൽ വിളക്കും കത്തിച്ചിട്ടില്ല. അച്ഛൻ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയുമായിരുന്നു. അങ്ങനെ ഒരു തെലുങ്ക് നാടോടിയായിട്ടുള്ള ഒരു ജ്യോത്സ്യൻ അച്ഛനെ വന്ന് ഒരു ദിവസം വെല്ലുവിളിക്കുകയും പിന്നീട് അച്ഛൻ പ്രതീക്ഷിച്ചത് വിപരീതമായി ചില സംഗതികൾ പ്രമോഷനെ സംബന്ധിച്ച് സംഭവിക്കുകയും ചെയ്തപ്പോഴാണ് ആദ്യമായിട്ട് അച്ഛനൊന്ന് അയഞ്ഞത്. അപ്പോൾ ജ്യോതിഷത്തിൽ എന്തോ സത്യമുണ്ടെന്ന് തോന്നി. അച്ഛൻ അത് പഠിച്ചു, എന്നെ കുറച്ച് പഠിപ്പിച്ചു. പിന്നെ ജ്യോതിഷമായി, പാമിസ്ട്രിയായി, ന്യൂമറോളജിയായി ഒരു അന്വേഷണം അവിടെ തുടങ്ങി. പക്ഷെ ഞാൻ അതുകൊണ്ടൊന്നും തൃപ്തനായില്ല. ഈശ്വരനുണ്ടെങ്കിൽ അറിയണം എന്നുള്ളത് എനിക്ക് വളരെ ഒരു നിർബന്ധ ബുദ്ധിയായിട്ട് തോന്നി. തുടർന്ന് ഞാൻ ആഗ്രഹിച്ചത് ഈശ്വര അനുഭവിക്കുന്ന എന്നാൽ സാധാരണക്കാരനെ പോലെ കഴിയുന്ന ഒരാളിനെയെങ്കിലും കാണണം എന്നായിരുന്നു. ഭഗവത് ഇച്ഛയാൽ അങ്ങനെ ധാരാളം ആളുകളെ കാണാനായിട്ട് സാധിച്ചു. ക്രമേണ ഞാൻ മനസ്സിലാക്കി ഞാനൊരു പ്രത്യേക പാതയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. വർഷങ്ങൾ മുരുക ഉപാസനയായിരുന്നു. പിന്നെ ശൈവ മാർഗത്തിലായി, ശാക്തേയ മാർഗത്തിലായി, സിദ്ധ മാർഗത്തിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് യാദൃച്ഛികമായിട്ട് ഒരു ദിവ്യനായ ഒരു വ്യക്തി എന്നെ തിരുനാവായ ക്ഷേത്രത്തിൽ 2019 കൊണ്ടുപോയി വെളുപ്പിന് അതിൻ്റെ പുറകിൽ നടത്തി ഒരു മന്ത്രദീക്ഷ തന്നു. എൻ്റെ ജീവിതത്തിൽ എനിക്ക് 18 ദീക്ഷകൾ കിട്ടിയിട്ടുണ്ട്. ക്രിയാവുകയും നമ്മുടെ റീഗിയും
ഹിമാലയ ബ്രഹ്മദേശം ഉൾപ്പെടെയുള്ള, ഞാനിങ്ങനെ എൻ്റെ ഒരു സഞ്ചാരമായിരുന്നുകൊണ്ട് എനിക്ക് പല കാലഘട്ടത്തിലും കിട്ടിയതാണ്. കുറേ നാൾ ഞാൻ ഹോമവും കാര്യങ്ങളൊക്കെ കൂടി ചെയ്യുമായിരുന്നു. അപ്പൊ അന്ന് തൊട്ട് ഞാനൊരു വൈഷ്ണവ സമ്പ്രദായത്തിലോട്ട് വന്നു. പിന്നീട് എൻ്റെ അന്വേഷണത്തിൽ അവിടെ നിന്നില്ല. എൻ്റെ അന്വേഷണത്തിൽ എനിക്ക് ബോധ്യപ്പെട്ടത് സനാതനം എന്ന് പറയുന്നത് എന്നും നിലനിൽക്കുന്നത് ആയിട്ടുള്ള ഒരു സംഗതി ഉണ്ടെങ്കിൽ അത് പുതിയതായിട്ട് രൂപപ്പെട്ടതാവാൻ പറ്റില്ല എന്നാണ്. അപ്പോ എന്നും നിലനിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ നാശമില്ലാത്തതും ആണ്. അപ്പോൾ ഉണ്ടാവുന്നത് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് എന്നും നിലനിൽക്കാൻ സാധിക്കില്ല, അതിനൊരു നാശമുണ്ട്. അപ്പൊ അവിടെ ഈ സനാതനം എന്നതുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയത് അത് ഭഗവാൻ തന്നെയാണ് എന്നാണ്. ഭഗവാൻ എന്ന വാക്ക് കൊണ്ട് വിളിക്കാൻ അൾട്ടിമേറ്റ് ആയിട്ടുള്ളത് ശ്രീകൃഷ്ണൻ മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് എൻ്റെ ജീവിതയാത്രയിൽ ഞാൻ പൂർണ്ണമായി ബോധ്യപ്പെട്ട് ഉൾക്കൊണ്ട ഒരു വസ്തുതയാണ്. എൻ്റെ ചെറുപ്പത്തിലും ഈശ്വരമാർഗത്തിൽ ഞാൻ സഞ്ചരിച്ചപ്പോഴും എല്ലാം വിഷ്ണുവിൻ്റെ 8ാമത്തെ അവതാരമാണ് കൃഷ്ണൻ എന്ന രീതിയിൽ ഒരു അവതാര പുരുഷനായി, ഒരു ദേവനായി മാത്രമാണ് പൊതുവേ ആളുകൾ കൃഷ്ണനെ സ്വീകരിച്ചിരിക്കുന്നതെന്നാണ്, അതിനാണ് പ്രചാരമുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷെ കുറച്ചുകൂടി സൂക്ഷ്മമായിട്ട് പോകുമ്പോൾ ഈ ബ്രഹ്മാണ്ടങ്ങൾക്ക് അധിപതിയായിട്ട് ഉള്ള, ബ്രഹ്മാണ്ടങ്ങളിൽ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർക്ക് മുകളിൽ അധിപതിയായിട്ടുള്ള വിഷ്ണുവിനും അതിന്റെ മുകളിലുള്ള ശ്രീഹരിക്കും സാക്ഷാൽ നാരായണനും ആ സുദർശനത്തിനും മുകളിൽ വളരെ അങ്ങേയറ്റം ഉയർന്ന തലത്തില് ഗോലോകനാഥനായി വസിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെയാണ് നമ്മൾ പൂജിക്കേണ്ട ഭഗവാൻ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ഭഗവാൻ എന്നുള്ള ഈ വാക്ക് തന്നെ സംസ്കൃതത്തില് മറ്റൊരു തലത്തിലുള്ള ഈശ്വര വിശ്വാസത്തിന് യോജിച്ചതല്ല എന്നുള്ളതാണ്. സാധാരണഗതിയിൽ നമ്മൾ ദേവന്മാര്, ദേവതകള്, മൂർത്തികൾ, ഈ 3 രീതിയിലാണ് ആചരിക്കുന്നത്, നമ്മൾ പൂജിക്കുന്നത്. നമ്മൾ അങ്ങനെ പൂജിച്ച് ആളുകൾക്ക് ഈശ്വര വിശ്വാസം നന്നേ കുറയുന്ന അവസ്ഥയെത്തി. ഇപ്പൊ തന്നെ ഇവിടെ നമ്മൾ നോക്കുക, ഈ കൃഷ്ണ അവബോധത്തില് താല്പര്യമുള്ള വളരെ കുറച്ച് ആളുകളാണ് ഇന്നിവിടെ ഉള്ളത്. ആളുകൾ കുറഞ്ഞത് കൊണ്ട് ആ വിശ്വാസ പ്രമാണം തെറ്റാകണമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചതിന്റെ അർത്ഥം. നമ്മള് ഡിഫറെന്റ് എനർജി ഫോംസ് പല തലത്തില് ഉണ്ട്. ഇതിനെല്ലാം നമ്മൾ ഇങ്ങനെ പരിപോഷിപ്പിച്ച് പൂജിച്ച് ആചരിച്ച് അങ്ങനെ മുന്നോട്ട് പോകുന്നതിനിടയിൽ പുരാണങ്ങളിലുമൊക്കെ വഴുതി വീണ് അതിനുമൊക്കെ ആയിട്ടായി നമ്മൾ എന്തിനെയാണോ പ്രാർത്ഥിക്കേണ്ടത്, അൾട്ടിമേറ്റ് എന്താണോ അതിന് നമ്മൾ വിട്ടുപോയി. നമുക്ക് അതിൽ നിന്ന് കൈമോശം. കുറച്ച് ആളുകൾ വേദാന്തികളായിട്ട് ബ്രഹ്മസ്വരൂപത്തിന് ധ്യാനിച്ച് ബ്രഹ്മസ്വരൂപത്തിലെ നിർഗുണമായ ആ ബ്രഹ്മ തത്വത്തെ ഉൾക്കൊണ്ട് കഴിയാനായി ആഗ്രഹിച്ചു കഴിയും. പല ആളുകളും നമ്മൾ സംസാരിക്കുമ്പോൾ ഇതിനെക്കുറിച്ചൊന്നും ധാരണയില്ലെങ്കിൽ പോലും മറ്റുള്ളവരുടെ മുമ്പിൽ അബദ്ധം പറ്റരുതെന്നുള്ള ധാരണയിൽ ഈശ്വരൻ അരൂപിയാണ്, നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് അതീതനാണ്, എന്തോ എനിക്ക് കൂടുതൽ അറിയില്ല, ഒരു ശക്തി ഉള്ളതറിയാം, ഇങ്ങനെയൊക്കെ ഒരു ഒഴിവ് കഴിവ് മട്ടിൽ പോകുന്നതല്ലാതെ ധൈര്യമായി തൻ്റെ അടുത്തോടുകൂടി ഈശ്വരൻ പേഴ്സണിഫൈഡ് ഗോഡ് ആകുന്നതിൽ എന്താണ് തെറ്റ് എന്ന് ചോദിച്ചുകൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണനാണ് ആരാധനാമൂർത്തി എന്ന് തൻ്റെ അടുത്തോടുകൂടി പറയാൻ എത്ര പേർക്ക് സാധിക്കും? വൈഷ്ണവ സമ്പ്രദായത്തിൽ നിൽക്കുന്ന ആളുകൾക്ക് പോലും സാധിക്കില്ല. ഒരു പക്ഷേ വലിയ രീതിയിൽ ഇതിനെയൊക്കെ പറ്റി സംസാരിക്കുന്നവർ പോലും ഇത് ഗൗഡീയ വൈഷ്ണവമാണ്
എന്ന് പറയും. 900 വർഷമായിട്ട് ഫോളോ ചെയ്യുന്ന ഗൗഡീയ വൈഷ്ണവമാണ് എന്ന് പറയും. ഗർഗസംഹിത പറ്റി കേട്ടിട്ടുള്ളവർ തന്നെ കുറവാണ്. ഗർഗമുനിയുടെ ഗർഗസംഹിതയെ പറ്റി ഭാഗവതം തന്നെയാണ്. ആ ഗർഗസംഹിത മലയാളത്തിൽ തർജ്ജമ ചെയ്ത ഒരു പത്മനാഭനും തൃപ്പൂണിത്തുറ. ശ്രീകൃഷ്ണ ഭഗവാനെ പൂർണ്ണമായി നവവിധത്തിൽ ആചരിച്ചുകൊണ്ട് എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന എല്ലാ ശക്തിയുടെയും ഉറവിടമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പിന്നെ ആരാധനയുടെയും ഈ ക്ഷേത്രത്തിന്റെയും ഒന്നും ഒന്നും ആവശ്യമില്ല. നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പോഴൊക്കെ ഇതൊരു തുടക്കമാണ്. നമ്മളെ ഒരു നാശത്തിൽ നിന്ന് സംരക്ഷിക്കുന്ന ഒരു സംവിധാനമാണ്. ക്ഷേത്രത്തിൽ പോകണം, സാധാരണക്കാരെല്ലാം പോകണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ ഞാൻ പറഞ്ഞത്, നമുക്ക് ആ ശ്രീകൃഷ്ണ വിശ്വാസത്തിലൂടെ ഉണ്ടാകുന്ന ഒരു കോൺഫിഡൻസ്, ആത്മവിശ്വാസം, ആ തലത്തിലോട്ട് നിങ്ങൾ വരണം. ഈ പരമമായ സത്യം, സനാതനമായ ഇത് എന്താണോ അത് ഈ പേഴ്സോണിഫൈഡ് ആയിട്ടുള്ള ഗോഡ് ശ്രീകൃഷ്ണനാണ് എന്നുള്ള ഈ ഒരു വിശ്വാസം നിങ്ങൾ ഇന്ന് കേട്ടിരിക്കുന്നവരെല്ലാവരും മനസ്സിൽ വെച്ചിരിക്കണം. എന്നിട്ട് നിങ്ങൾ ഇതിനെ വിചാരം ചെയ്യണം. ഇനി നമ്മുടെ പുരാണങ്ങളും കാര്യങ്ങളും കേൾക്കുമ്പോൾ സൂക്ഷ്മം അതിൽ കാതോർക്കണം. അതിൽ ശ്രീകൃഷ്ണനെ അല്ലാതെ ആരെയാണ് പരമാത്മാവ് എന്ന് അഭിസംബോധന ചെയ്യുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. ഭഗവാൻ എന്ന് അഭിസംബോധന ചെയ്യുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ സൗരയുഗത്തിൽ ഉള്ള ഈ ഭൂമിയിൽ അൾട്ടിമേറ്റ് ഒരു ജന്മം എടുത്തിട്ടുണ്ടെങ്കിൽ പൂർണ്ണകലകളിൽ അത് ശ്രീകൃഷ്ണനല്ലാതെ ആരാണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം. നമ്മുടെ ശാസ്ത്രം ഇന്ന് എവിടെ എത്തി നിൽക്കുന്നതെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ 20,000 കോടി ഗാലക്സി ഉണ്ടെന്നാണ് നമ്മുടെ ഏകദേശം കണ്ടുപിടുത്തത്. ഇത് എവർ എക്സ്പാൻഡിങ് ആണ്. അതില് നമ്മുടെ ഗാലക്സി മിൽക്കി വേ, അതിൽ 6 സൗരയൂഥങ്ങൾ ഉണ്ടെന്നാണ് അനുമാനം. അതിലൊരു സൗരയൂഥത്തിൽ ആണ് നമ്മൾ കഴിയുന്നത്. അതില് നമ്മുടെ ഭൂമി എന്ന് പറയുന്ന സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുകയും സൂര്യനെ വലവയ്ക്കുകയും ചെയ്യുന്ന ഒരു അത്ഭുത പ്രതിഭാസത്തിലാണ് നമ്മൾ കഴിയുന്നത്. അവിടെയാണ് നമ്മൾ 150 നില കെട്ടിടം കെട്ടി താമസിക്കുന്നത്. നമ്മുടെ മനുഷ്യനിർമ്മിതമായ ടെലസ്കോപ്പുകളിൽ കൂടി റിഫ്ലക്ട് ചെയ്തു വരുന്ന ചിത്രങ്ങൾ പരിശോധിച്ച് ശാസ്ത്രജ്ഞന്മാർക്ക് ഒരു എത്തും പിടിയും കിട്ടാതിരിക്കുന്ന ഒരവസ്ഥ. മനുഷ്യൻ ജീവിക്കുന്ന ഭൂമി അല്ലാതെ മറ്റു പല സ്ഥലങ്ങളിലും ജീവൻ ഉണ്ടാവാം, ജീവന്റെ തുടിപ്പുണ്ടാകാം, ഇല്ലെങ്കിൽ ഏലിയൻസ് ധാരാളം നമ്മുടെ ഭൂമിയിലൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇവിടെ ജീവിക്കുന്നു, മനുഷ്യരെ പോലെ ജീവിക്കുന്നു, മനുഷ്യരുടെ ജീവിക്കുന്നു, നമ്മളെ ഗീഡ് ചെയ്യുന്നു, മുമ്പും ഗീഡ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെയുള്ള വിശ്വാസങ്ങൾ ഉള്ള ഒരു കാലഘട്ടം. ശാസ്ത്രം നമ്മുടെ പുരാണങ്ങൾ എഴുതപ്പെട്ടതിന് ശേഷം എത്രയോ പുരോഗമിച്ച ഒരു കാലഘട്ടം. ശ്രീകൃഷ്ണൻ 3128 BC ജനിച്ച് 3102 125 വയസ്സിൽ കാലം ചെയ്തു എന്ന് വിശ്വസിക്കുന്ന ആ കാലഘട്ടം ഈ കാലഘട്ടവുമായിട്ട് നോക്കുമ്പോൾ 5000 കൂടുതൽ വർഷങ്ങളുടെ വെച്ച വ്യത്യാസമാണ്. മനുഷ്യന്റെ ഒരു യാത്രയുടെ ഒരു അയനത്തിന്റെ ഭാഗമാണ് ഈ ദശാവതാരം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഏതോ ഒരു സന്ദർഭവശാല് കന്നുകാലികളെ മേടിച്ച് ജീവിക്കുന്നവരും കൃഷി ചെയ്ത് ജീവിക്കുന്നവരും ഒരുമിച്ച് ഒരു പരസ്പര ഒരു സാഹോദര്യത്തിൽ ജീവിച്ച് ഒരു മനുഷ്യരാശിയിൽ ഒരു മെച്ചപ്പെട്ട ഒരു കാലഘട്ടം ഉണ്ടാക്കിയതിന്റെ പ്രതീകമാണ് ബലരാമനും ശ്രീകൃഷ്ണനുമായിട്ട് ആ അവതാര മൂർത്തികളായിട്ട് അവരെ കൊള്ളിച്ചിരിക്കുന്നത്. പക്ഷേ ശ്രീകൃഷ്ണനെ നമ്മൾ വെറും ഒരു അവതാര മൂർത്തി മാത്രമായി വിഷ്ണുവിന്റെ അവതാരമായിട്ടെന്ന് കണ്ടാൽ അത് തെറ്റാണ്. ഞാൻ ചങ്കർപ്പോടുകൂടി പറയുന്നു, നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ധാരണകളിൽ ചില ധാരണ പിശകുകളുണ്ട്. വിഷ്ണുവിന്റെ അവതാരമല്ല കൃഷ്ണൻ. കൃഷ്ണനാണ് ഗോലോകനാഥൻ, കൃഷ്ണനാണ് സർവവും, കൃഷ്ണനാണ് ഭഗവാനും, ഈ അൾട്ടിമേറ്റ് കൃഷ്ണനാണ്. ഞാൻ കുംഭമേളയ്ക്ക് പോകാനായിട്ട് കണ്ണൂരിൽ നിന്ന് തിരിച്ച് ട്രെയിനിൽ